ഉണ്ടാവും എൻ്റെ സഹോദരി അല്ലേ, നമ്മുടെ സഹോദരിയല്ലേ, ആദ്യത്തെ ഷഹീദാണ് ഇസ്ലാമിൽ. പക്ഷെ അവർക്ക് അതൊന്നും വിഷയമല്ല. എന്തൊരു ഉറപ്പിലാണ് അവർ ഷഹീദായതൊന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു താല അവരുടെ സദഖയിലായിട്ട് അള്ളാഹു താല നമ്മളൊക്കെ സ്വർഗത്തിലാക്കട്ടെ. നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചിട്ട് എൻ്റെ പ്രിയമുള്ളവർ, അള്ളാഹിനോടുള്ള ഹുബ്ബ് വന്നാൽ അതാണ് സ്നേഹം. രണ്ടാമത്തെ എന്ത്, അള്ളാഹു താലാന്റെ ദാത്തിനോട് ബന്ധപ്പെട്ട സ്നേഹം, അള്ളാഹുവിൻ്റെ സിഫാത്തിനോട് ബന്ധപ്പെട്ട സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പ്രയത്നഫലമായിട്ടുണ്ടാവുന്നതാണ്, നമ്മുടെ പ്രവർത്തനം കൊണ്ടുണ്ടാവുന്നതാണ്, നമ്മുടെ ഫിക്ർ കൊണ്ട്, നമ്മളെ അമലുകളെ കൊണ്ട്. ഇങ്ങനെയാണ് മശൈഖുമാർ പഠിപ്പിച്ചത്. യതഅല്ലഖു ബിദാത്തില്ല, അള്ളാഹുവിൻ്റെ ദാത്തിനോട് ബന്ധപ്പെട്ട സ്നേഹം എന്ന് പറയുന്നത് അത് അള്ളാഹിന്റെ ഭാഗത്ത് ഇങ്ങോട്ട് ഔദാര്യമായി ലഭിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിച്ചോ അവരുടെ കൂടെയായിരിക്കും. ഇതാണ് ഹദീസ്. അതായത് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിനോടുള്ള സ്നേഹം പ്രേമത്തിൻ്റെ അഗ്നി ഉള്ളിൽ വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെപ്പോഴും അള്ളാഹിൻ്റെ കൂടെ തന്നെ ഇരിക്കും. അവൻ ജീവിതത്തിലും മരിക്കുന്ന ടൈമിലും ഖബറിലും ഹശറിലും ജന്നത്തിലും ഒക്കെ അള്ളാഹിൻ്റെ കൂടെ തന്നെ ഇരിക്കും. അവനും അല്ലാഹ് അങ്ങനെയുള്ള ബന്ധം. മാഷാ അല്ലാഹ്, എന്തൊരു വലിയൊരു അനുഗ്രഹം അല്ലേ പടച്ചോനെ. നമ്മളെ മശൈഖന്മാരെ സദക്കയിലായിട്ട് നമുക്കതിൻ്റെ ചെറിയ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ മശൈഖന്മാരെ ദുആ ആണെന്ന് മനസ്സിലാക്കണം. അല്ല നമ്മളതൊന്നുമല്ല. ഉമർ അള്ളാഹിനെ പറഞ്ഞു, ഇതേപോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. മനസ്സിലാവുണ്ടാ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്ത്, അവര് ആ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചതിന് കാരണത്താൽ തീക്കനൽ ഒന്നാകെ കൂട്ടിയിട്ട് അതിൽ എന്നെ ഇട്ട് വലിക്കുമായിരുന്നു. തീക്കനൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا نبينا ومولانا محمد وعلى آل سيدنا نبينا ومولانا محمد وبارك وسلم عليه وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. അൽഹംദുലില്ലാ, എനിക്ക് ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, കൊച്ചനുജന്മാരെ, അനുജത്തികളെ, ഏവരെയും ആനന്ദ തീരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും അപ്രകാരം തന്നെ ഹാജറ ബീവി അലൈഹിസ്സലാമയുടെയും ഒക്കെ ചരിത്രങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരെല്ലാം അള്ളാഹുവിനെ അത്ര കണ്ട് പ്രേമിച്ചവരായിരുന്നു. അള്ളാഹുവായിരുന്നു അവർക്ക് ഏറ്റവും വലുത്. അവർ അള്ളാഹു അക്ബർ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് സത്യമാണ്. അവർ അള്ളാഹുവിനെ അത്രയധികം സ്നേഹിച്ചിരുന്നു. എല്ലാ സൃഷ്ടി ചരാചരങ്ങളെക്കാളും അള്ളാഹുവിനെ സ്നേഹിച്ചവരായിരുന്നു. അപ്പൊ ഈ മാസത്തിൽ പ്രണയത്തെ സംബന്ധിച്ച് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് കുറച്ച് കാര്യം, പ്രണയം അതായത് അള്ളാഹുവിനോടുള്ള ഹുബ്ബ്, അത് അതിര് കവിയുന്നതിനാണ്. അതായത് നമ്മളെ ഭാഷയിൽ അതിര് കവിയുന്നതിന്, എല്ലാ സൃഷ്ടികളെക്കാൾ അള്ളാഹുവിനെ സ്നേഹിക്കുകയും അത് മനസ്സിൽ താങ്ങാത്ത വിധത്തിൽ താങ്ങുന്നതിനേക്കാൾ ഉപരിയായിട്ട് അതിന്റെ സ്പന്ദനങ്ങൾ വരികയും ചെയ്യുമ്പോൾ അതിനാണ് പ്രണയം, പ്രേമം, ഇഷ്ക് എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലേ. അൽഹംദുലില്ലാ. എന്താ ആ പ്രണയത്തെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളെല്ലാം അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? വല്ലദീന ആമനു അശദ്ദു ഹുബ്ബലില്ലാ. വിശ്വാസികളായ ആളുകൾ അവർക്ക് അള്ളാഹുവിനോട് വല്ലാത്ത പ്രേമം ഉണ്ടാവും, വല്ലാത്ത സ്നേഹം ഉണ്ടാവും. അശദ്ദ് എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായ, അതായത് അങ്ങേറ്റത്തെ സ്നേഹം അള്ളാഹുവിനോട് ഉണ്ടാവുമെന്നാണ്. അപ്പൊ വിശ്വാസികളുടെ ഗുണം അത് തന്നെയാണ്. അപ്പൊ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അത് നമ്മളുടെ ഈ സംസാരം അതിലേക്കുള്ള ഒരു വഴിയായെങ്കിലും ഒരു കാരണമായെങ്കിലും അൽഹംദുലില്ലാ എന്ന് വിചാരിച്ചു. നോക്ക് അള്ളാഹുവിന്റെ റസൂൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ചൊക്കെ. സ്വഹീഹ് മുസ്ലിമില് ഇതിനെ സംബന്ധിച്ച് ഒരു ഹദീസ് വിവരിച്ചത് നമുക്ക് നോക്കാം. അനിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു നിവേദനം, അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കേട്ടു. ദാഖ തുഅമൽ ഈമാൻ, ദാഖ തുഅമൽ ഈമാൻ, ഈമാനിന്റെ രുചിയെ ഒരാൾ രുചിച്ചു. ദാഖ തുഅമൽ ഈമാൻ, ഈമാനിന്റെ രുചിയെ രുചിച്ചു. മൻ ഒരുത്തർ,
മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂല. ആർ അള്ളാഹുവിനെ തന്റെ പരിപാലകനായി തന്റെ റബ്ബായി തൃപ്തിപ്പെട്ടുവോ, ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടുവോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലായി തൃപ്തിപ്പെട്ടുവോ, അവര് ഈമാനിന്റെ രുചി ഉണ്ട്, അവർ രുചിച്ചു എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിനെ തന്റെ പരിപാലകനായി തൃപ്തിപ്പെടണമെങ്കിൽ, മുത്തുനബിയെ റസൂലായി തൃപ്തിപ്പെടണമെങ്കിൽ, ദീനിനെ ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെടണമെങ്കിൽ ഈ മൂന്ന് കാര്യത്തോടുമുള്ള അവന്റെ ആകർഷണവും അവന്റെ മാനസികമായ ആറ്റിറ്റ്യൂഡ് മനോഭാവവും എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ അറിയാം. അള്ളാഹുവിനെ പൂർണ്ണമായിട്ട് തൃപ്തി, എല്ലാറ്റിലും എല്ലാ വിധി വിലക്കുകളിലും അള്ളാഹിനെ തൃപ്തിപ്പെടണമെങ്കിൽ അവനോട് ആ വിധത്തിലെ ഹുബ്ബുണ്ടായിരിക്കണം. നമുക്ക് ഏതൊരാളോടും ഒരാൾ എന്ത് ചെയ്താൽ നമുക്ക് തൃപ്തിയാവണമെങ്കിൽ, അദ്ദേഹത്തിൽ നിന്ന് നമുക്കൊരു പ്രയാസം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അതൊന്നും കുഴപ്പമില്ല, തൃപ്തിയാണ് എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തോട് അത്ര അമിതമായൊരു സ്നേഹം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇതേ വിഷയം തന്നെ മറ്റൊരു വിധത്തിൽ അള്ളാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഈ രുചിയെ മറ്റു വിധത്തിൽ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെ തൃപ്തി വരുന്നത്. ഈ തൃപ്തിയും ഹുബ്ബും തമ്മിലുള്ള ആ ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കാം നമുക്ക്. ഇത് ഈ പറയാൻ പോകുന്ന ഹദീസ് അത് എന്താ, നമ്മളെ സ്വഹീഹുൽ ജാമിഅാണ്. അതായത് സിഹാഹു സിത്ത, എല്ലാവരും മഹാനായ ബുഖാരി ഇമാമായാലും മുസ്ലിം ഇമാമായാലും നസായി ഇമാമായാലും അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ആണെങ്കിലും അതുപോലെ തുർമുദി ഇമാമാണെങ്കിലും എല്ലാവരും അവരുടെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണ് പറയാൻ പോകുന്നത്. നോക്കാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഞാൻ ഹദീസിനെ വിശദീകരിക്കുകയാണ്. സലാത്തുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. ഇത് മറ്റൊരു വിധത്തിൽ പറയാണ്. സലാത്തുൻ മൂന്ന് ആളുകൾ, സലാത്തുൻ മൂന്ന് കാര്യം, ആളുകളല്ല, സലാത്തുൻ മൂന്ന് കാര്യം, മൻ കുന്ന ഫീഹി ആ മൂന്ന് കാര്യങ്ങൾ ആരിലുണ്ടായോ, വജദ ഹലാവത്തൽ ഈമാനി അവൻ ഈമാനിന്റെ രുചി ആസ്വദിച്ചു, വജദ അവൻ എത്തിച്ചു, ഹലാവത്തൽ ഈമാനി ഈമാനിന്റെ മാധുര്യം, മധുരം. അപ്പൊ ഈമാൻ ഇവിടെ മധുരം എന്ന് പറഞ്ഞു, അവിടെ രുചി എന്ന് പറഞ്ഞു. കണ്ടോ, ഈമാനിന്റെ മധുരം മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ ആ ആൾ ഈമാനിന്റെ രുചി, ഈമാനിന്റെ മധുരം ആസ്വദിച്ചു, അവൻ എത്തിച്ചു എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താണ് മൂന്ന് കാര്യങ്ങൾ നോക്കാം. അൻ യകൂന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ, അല്ലാഹുവും അവന്റെ റസൂലും അവർ രണ്ടുപേരല്ലാത്തവരിൽ നിന്നും അവൻ ഏറ്റവും പ്രിയങ്കരമാവണം. അതായത് അള്ളാഹും അവന്റെ റസൂലുമല്ലാത്ത മറ്റെല്ലാവരെക്കാൾ പ്രിയം, സ്നേഹം, ഇഷ്ടം ആരോടായിരിക്കണം? അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ആയിരിക്കണം. അത്രയധികം ഇഷ്ടമായിരിക്കണം അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും. അതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തേത് എന്താണ്? അവൻ ഒരു മനുഷ്യനെ സ്നേഹിക്കുകയാണെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയല്ലാതെ അവനെ സ്നേഹിക്കുകയില്ല. നമുക്ക് സ്നേഹമുണ്ട്, മുത്തുനബീനോട് സ്നേഹമുണ്ട്, അത് വേറെ വിഷയം. പിന്നെന്താണ്? അതല്ലാത്ത പണ്ഡിതന്മാരോട്, ഉസ്താദന്മാരോട്, നമ്മുടെ സ്വന്തം ഉമ്മയോട്, ഉപ്പയോട്, ഭാര്യയോട്, സന്താനങ്ങളോട് പലരോട് സ്നേഹമുണ്ട്. അത് സ്നേഹം വേണമെന്നാണ് ഖുർആനും ഹദീസും പറയുന്നത്. മനസ്സിലാവുന്നു? പക്ഷെ ഇവരെക്കാൾ എല്ലാം സ്നേഹം അള്ളാഹിനോട് റസൂലിനോട് ആവണം ഒന്നാമത്തത്. രണ്ടെന്താണ്? ഇവരെ സ്നേഹിക്കുന്നത് അള്ളാഹുവിനും റസൂലിനും വേണ്ടിയാവണം. അള്ളാഹിനും റസൂലിനും വേണ്ടി അല്ലാതെ അവരോട് സ്നേഹം ഉണ്ടാവാൻ പാടില്ല. സ്നേഹിക്കണം അതിനു വേണ്ടിയിട്ടാണ്. അതായത് അതെന്താ എങ്ങനെ മനസ്സിലാവുക? അള്ളാഹുവും അവന്റെ റസൂലും വെറുത്ത വല്ല കാര്യങ്ങളും ഇവരിൽ വന്നാൽ അത് നമ്മൾ ഇഷ്ടപ്പെടുകയില്ല. അവരിൽ അത് വരുന്നത് നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അതിനെ നമ്മൾ ഉപദേശിക്കുകയോ അതിനെ വിരോധിക്കുകയോ ഒക്കെ ചെയ്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് അതിൽ നിന്ന് മാറ്റാൻ നോക്കും. എന്നിട്ടും മാറണില്ല, അതിൽ തന്നെ നിലകൊള്ളാണെങ്കിൽ അവരോടുള്ള സ്നേഹം തന്നെ വെറുപ്പായി മാറും. കാരണം അള്ളാഹുവിനും റസൂലിനും വേണ്ടിയുള്ള സ്നേഹമാകുമ്പോൾ അങ്ങനെയാണ്. അത് നമ്മൾ ഉണ്ടാ നോക്കിയാൽ മതി. പിന്നെ മൂന്നാമത്തെ എന്താണ്? എക്സ് മുസ്ലിം ആകുന്നത്. അതായത് അവൻ വെറുക്കണം, കുഫറിലേക്ക് മടങ്ങുന്നതിനെ അവൻ വെറുക്കണം, സത്യനിഷേധത്തിലേക്ക് മടങ്ങുന്നതിനെ അവൻ വെറുക്കണം. ആ സത്യനിഷേധത്തിൽ നിന്നും അവനെ അള്ളാഹു രക്ഷപ്പെടുത്തി,
അതിനുശേഷം വീണ്ടും സത്യനിഷേധത്തിലേക്ക് പോകുന്നതിനെ, കുഫറിലേക്ക് പോകുന്നതിനെ അവൻ വെറുക്കണം. കമാ യക്റഹു അൻ യുൽഖാ ഫിന്നാർ, അവനെ തീയിലിടുന്നതിനെ കമാ യക്റഹു എപ്രകാരം അവൻ വെറുക്കുന്നത് പോലെ അൻ യുൽഖാ ഫിന്നാർ, അവൻ തീയിൽ എറിയപ്പെടുന്നതിനെ അവൻ ഇടപെടുന്നതിന് അവൻ വെറുക്കുന്നത് പോലെ ഇസ്ലാമിന് ശേഷം, മുസ്ലിം ആയതിനു ശേഷം വീണ്ടും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി മുസ്ലിം ആവുന്നതിന് അവൻ വെറുക്കണം. ആ വിധത്തിൽ അവന്റെ ഉള്ളിൽ ഈ ഇസ്ലാം ദൃഢമായി കഴിഞ്ഞാൽ, ഈമാൻ ദൃഢമായി കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അവനക്കാണ് ശരിക്ക് ഈമാനിന്റെ ആ മാധുര്യം ആസ്വദിക്കാൻ പറ്റും. അതാണ് പ്രണയം. ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രണയം അതാണ്, ഇവിടെ ഉദ്ദേശിക്കുന്ന പ്രേമം അതാണ്, ഇവിടെ ഉദ്ദേശിക്കുന്ന ഹുബ് അതാണ്. ഹുബ്, ആ ആസ്വാദനം അവനിൽ ഉണ്ടാവും. പ്രത്യേകമായ കൈഫിയാത്ത് അവനിൽ വരാൻ തുടങ്ങും, പ്രത്യേകമായ ഹവാലുകൾ അവനക്ക് വരാൻ തുടങ്ങും. ഈ ഒരു അവസ്ഥ അവനുണ്ടായി വരുന്നെന്ന് മാത്രം. വേറൊരു ഹദീസ് കൂടി അതിനോട് ഉപോത്ബലകമായ വേറെ ഹദീസ് പറയും. എന്താണ്? കുറഞ്ഞ കാര്യങ്ങളോട് കാര്യങ്ങൾ തീർക്കാച്ചിട്ട്. അനിൽ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു തആല, അതായത് മഹാനായ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്യാണ് ഈ ഹദീസ്. ഏതാണ് ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദുആ ചെയ്യാറുണ്ടായിരുന്നു: അല്ലാഹുവേ, നിന്റെ ദാത്തിനോടുള്ള ഹുബിനെ, പ്രേമത്തെ, നിന്റെ ദാത്തിനോടുള്ള പ്രേമത്തെ, നിന്നോടുള്ള പ്രേമത്തെ എന്നർത്ഥം, എനിക്ക് എൻ്റെ സ്വന്തം ജീവനേക്കാളും നഫ്സിനേക്കാളും എൻ്റെ കാതുകളെക്കാളും എൻ്റെ നയനങ്ങളെക്കാളും എൻ്റെ കണ്ണുകളെക്കാളും എൻ്റെ കുടുംബത്തെക്കാളും ധനത്തെക്കാളും തണുത്ത വെള്ളത്തേക്കാൾ, കുളിര് നൽകുന്ന കുളിർമയുള്ള വെള്ളത്തെക്കാളും പ്രിയങ്കരമാക്കി തരണമേ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുന്നത് എങ്ങനെ ദ്വാരിക്കുന്നു? അള്ളാഹുവിന്റെ റസൂലിന്റെ ദുആയാണ്. എന്താണ് ദ്വാരിക്കുന്നത്? അള്ളാഹുവെ, നിന്നോടുള്ള ഹുബിനെ, നിന്നോടുള്ള ഇഷ്കിനെ, അതിന് വിശദീകരിക്കാം, നിന്നോടുള്ള പ്രേമത്തെ എന്റെ സ്വന്തം നഫ്സിനേക്കാളും എൻ്റെ സ്വന്തം ജീവനേക്കാൾ നിന്നോടുള്ള പ്രേമമായിരിക്കണം എനിക്ക് പ്രിയങ്കരമാവേണ്ടത്. അതുപോലെ തന്നെ എൻ്റെ കാതുകളെക്കാളും എൻ്റെ കണ്ണുകളെക്കാളും എൻ്റെ ധനത്തെക്കാളും കുടുംബത്തെക്കാളും തണുത്ത വെള്ളം, നല്ല ദാഹമുള്ള ടൈമിൽ തണുത്ത വെള്ളം കിട്ടുന്നതിനേക്കാളും ഒക്കെ എനിക്ക് ഏറ്റവും അഭികാമ്യം, എനിക്ക് ഏറ്റവും പ്രിയങ്കരം അല്ലാഹുവേ നിന്റെ ദാത്തിനോടുള്ള ഹുബ്ബാക്കി മാറ്റി തരണമേ എന്ന് റസൂൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിച്ചു. അല്ലാഹുവേ, നിന്നോടുള്ള സ്നേഹത്തെ, പ്രേമത്തെ, നിന്നോടുള്ള സ്നേഹത്തെ ഞാൻ ചോദിക്കുന്നു. നീ ആരെ സ്നേഹിക്കുന്നു അവരോടുള്ള സ്നേഹത്തെ ഞാൻ ചോദിക്കുന്നു. അതാരാ? ഒന്ന് മുത്തുനബി എന്ന് അല്ലെ, പിന്നെന്താ? ഒരു അമൽ, പ്രവർത്തനത്തോടുള്ള, ഒരു സൽക്കർമ്മത്തോടുള്ള ഇഷ്ടത്തെയും ചോദിക്കുന്നു. നിന്റെ കുർബിലേക്ക്, നിന്നിലേക്ക് അടുപ്പിക്കുന്ന, നിന്റെ ഹുബിലേക്ക്, നിന്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുന്നതായ പ്രവർത്തനത്തെയും നിന്നോട് ഞാൻ ചോദിക്കുന്നു. അതായത് അമലുകൾ അല്ലാഹുവേ നിന്റെ ഹുബിലേക്ക് അടുപ്പിക്കുന്ന അമലായിരിക്കണം. നിന്നോടുള്ള ഇഷ്ടത്തെയും നിന്നോടിന്റെ റസൂലിനോടുള്ള ഇഷ്ടത്തെയും ഒക്കെ ഞാൻ ചോദിക്കുന്നു എന്ന്. നല്ല പ്രാർത്ഥന. നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമുക്ക് അതിനുള്ള സൽസ്വഭാവവും അതിനുള്ള സ്വലാഹിയത്തും കാബിലിയത്തും എല്ലാം അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, പ്രേമം രണ്ട് വിധമുണ്ട്. ഒന്ന് യതഅല്ലഖു ബിസിഫാത്തില്ലാഹ്, അല്ലാഹു തആലയുടെ സിഫാത്തിനോട് ബന്ധപ്പെടുന്ന മശായിഖന്മാരെ നമ്മുടെ മശായിഖന്മാരെ നമുക്ക് പഠിപ്പിച്ചു തന്ന, നമ്മുടെ ശൈഖുന നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. എന്താണ്? ഒന്ന് യതഅല്ലഖു ബിസിഫാത്തില്ലാഹ്, നമ്മുടെ മശായിഖന്മാരിന്ന് പഠിച്ചെടുത്ത കാര്യമാണ്. ഒന്ന് അള്ളാഹുവിന്റെ സിഫാത്തിനെ കൊണ്ടുള്ള, അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള സ്നേഹം, അള്ളാഹുവിന്റെ സിഫാത്തുകളോട് ബന്ധപ്പെട്ട സ്നേഹം. രണ്ടാമത്തെ എന്ത്? യതഅല്ലഖു ബിദാത്തില്ലാഹ്, അല്ലാഹു തആലയുടെ ദാത്തിനോട് ബന്ധപ്പെട്ട സ്നേഹം. അള്ളാഹുവിന്റെ സിഫാത്തിനോട് ബന്ധപ്പെട്ട സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പ്രയത്നഫലമായിട്ടുണ്ടാവുന്നതാണ്, നമ്മുടെ പ്രവർത്തനം കൊണ്ടുണ്ടാവുന്നതാണ്, നമ്മുടെ ഫിക്ർ കൊണ്ട്, നമ്മളെ അമലുകളെ കൊണ്ട്. ഇങ്ങനെയാണ് മശായിഖുമാർ പഠിപ്പിച്ചത്. യതഅല്ലഖു ബിദാത്തില്ല, അള്ളാഹുവിന്റെ ദാത്തിനോട് ബന്ധപ്പെട്ട സ്നേഹം എന്ന് പറയുന്നത് അത് അള്ളാഹിന്റെ ഭാഗത്ത് ഇങ്ങോട്ട് ഔദാര്യമായി ലഭിക്കുന്നതാണ്. അവിടെ യതഅല്ലഖു ബി സിഫാത്തില്ല എന്ന് പറയുന്ന അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കർമ്മം നേരത്തെ പറഞ്ഞില്ലേ,
വഹുബ്ബ അമലിൻ എന്ന് പറഞ്ഞ അതും അള്ളാന്റെ ഫള് വേണം. അള്ളാന്റെ ഔദാര്യമില്ലാതെ അങ്ങനെയുള്ള പ്രവർത്തനവും നമുക്ക് കിട്ടൂല. ഏതായാലും ഒന്നാമത് നമുക്ക് ഇവിടുന്ന് അങ്ങണ്ട് നമ്മളെ പ്രവർത്തന ഫലമായി, അതായത് അള്ളാഹു താലാനെ സംബന്ധിച്ച് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലുള്ള ഫിക്ർ നമ്മൾ അതിനെ സംബന്ധിച്ച് ചിന്തിച്ചു. അത് അതിനോട് സംബന്ധിച്ചുള്ള ചിന്തിച്ചിട്ട് അള്ളാഹിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു മിതമായ അറിവ്, അള്ളാഹിനെ സംബന്ധിച്ചിട്ടുള്ള ദാത്തിലും സിഫാത്തിലും അവന്റെ അസ്മായിലും ഒക്കെ ഉള്ള ഒരു എന്താ പറയാ ഒരു സാധാരണ എല്ലാ മോമിനീങ്ങളും നേടിയെടുക്കേണ്ട അറിവുകൾ നേടിയെടുത്തതിനു ശേഷം അദ്ദേഹം എന്തുണ്ടാവുക, ആ ഹുബിലായിട്ട് അള്ളാഹുവിന്റെ അഹ്കാമുകളെ അവൻ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും അങ്ങനെ ഇബാദത്തിലായിക്കൊണ്ട് മുഴുകുകയും ചെയ്യുന്ന ഒരവസ്ഥ. അങ്ങനെ ഇബാദത്തിലായി ഈ ഫിക്റിലായിട്ട് അവൻ മുഴുകുമ്പോൾ പെട്ടെന്ന് അവന്റെ ദൃഷ്ടി, അവന്റെ മനസ്സിന്റെ തവജ്ജുഹ് അള്ളാഹുവിന്റെ നിഅമത്തുകളിലേക്ക് കടക്കും. അള്ളാഹു അവന് നൽകിയ അനുഗ്രഹങ്ങളിലേക്ക് കടക്കുമ്പോൾ അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ആലോചിച്ച് അവനിങ്ങനെ ഹുബുണ്ടാവാൻ തുടങ്ങും. ഇതാണ് ഹുബ്. അതിനൊരു പരിധിയുണ്ട്, അതിനൊരു ഹുബായിട്ട് അവിടെ നിലനിൽക്കും. ഉള്ളിൽ അവനക്ക് സ്നേഹമുണ്ട്, ആ സ്നേഹം അവനക്ക് ഒതുക്കാൻ പറ്റും. റാഹത്താണ്, അൽഹംദുലില്ലാഹ്, നല്ല അവസ്ഥയാണത്. കാരണം അള്ളാഹുവിന്റെ നിഅമത്തുകൾ ആലോചിച്ച്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ അവൻ ഫിക്ർ ചെയ്തു, അല്ലെങ്കിൽ സിഫാത്തിന്റെ തജല്ലിയാത്തുകൾ അവനിൽ വന്നു, അതിനനുസരിച്ച് അതിന്റെ ഇസ്തിഹ്ലാറിലും മറ്റും മുഴുകി, അങ്ങനെ അവർക്ക് അള്ളാഹിനോടുള്ള സ്നേഹം വരാനുണ്ട്. ആ സ്നേഹം വരുമ്പോൾ, ഇൽമിന്റെ ബോധമൊക്കെ ഉണ്ടാകുമ്പോഴുള്ള ആ സ്നേഹം വരുമ്പോൾ അത് നല്ലത് തന്നെയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ഉണ്ടാവുന്ന സ്നേഹം തന്നെയാണ്. പക്ഷെ അത് ഇവന്റെ ഈ മഹാന്റെ പ്രവർത്തനം കൊണ്ടുണ്ടാവുന്നതാണ്. ഈ മുഅ്മിനായ വ്യക്തിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായി അള്ളാഹു അവന് നൽകുന്ന സ്നേഹമാണ്. അപ്പൊ ഒരു സ്നേഹമുണ്ട്, പക്ഷെ അത് അതിര് കവിയില്ല. അവരെ നിയന്ത്രിക്കാൻ പറ്റും. അവന് സ്നേഹം നിലകൊള്ളും, അവന്റെ ഉള്ളിൽ ആ സ്നേഹം ഉണ്ടാവും താനും. എന്നാൽ അവനെ എന്ത് ചെയ്യില്ല, പ്രകമ്പനം കൊള്ളിക്കാതെ അവന് അതിന്റെ ഒരു ചെറിയ ആനന്ദത്തിൽ അവന് മുഴുകാൻ പറ്റും. ചെറിയൊരു ആനന്ദം ആസ്വാദനം ഉണ്ടാവും താനും. എന്നാൽ രണ്ടാമത് അങ്ങനല്ല, എത്തല്ലക്കുബിദാത്തില്ല, അള്ളാഹുവിന്റെ ദാത്തിനോട് ബന്ധപ്പെട്ടുള്ള സ്നേഹം അത് അള്ളാഹു അവന്റെ ഔദാര്യമായിട്ട് നൽകുന്നതാണ്. അതിവിടെ ഫിക്ർ ബാധകല്ല. അവന്റെ അള്ളാഹുവിന്റെ സിഫാത്തിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അവന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചോ ഫിക്റൊന്നും ആൾക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ ഫിക്റും ഇതൊന്നും ഇല്ലാതെ തന്നെ അള്ളാഹു താല അവന്റെ ആ ഔദാര്യമായി നൽകുന്നതായിട്ടുള്ള എന്താണ് ഒരു ഹുബ്ബാണ്. മനസ്സിലാവും? അത് അഹ്വാലിലൂടെയാണ് അത് വെളിവാകുക. അഹ്വാൽ മികക്കുമ്പോഴാണ് അത് വെളിവാകുക. അങ്ങനെ അവന് ഹാല് ഏതെങ്കിലും ഒരു മഖാമിൽ അവന്റെ ഹാലെത്തും. അതുകൊണ്ട് മഹാന്മാര് പറയാറുണ്ട്, ഈ പറഞ്ഞ ഹുബ് എന്ന് പറഞ്ഞത് അത് അഹ്വാലുകളുടെ ഇബ്തിദാഉം അഹ്വാലുകളുടെ അടിസ്ഥാനവുമാണ് എന്ന് പറയും. പിന്നെയുള്ള എല്ലാ അഹ്വാലുകളുടെയും അള്ളാഹുവിലേക്ക് അള്ളാന്റെ ഔലിയാക്കളുടെ പദവികൾ ഉയർന്നു പോകുന്ന അഹ്വാലുകൾ, ഔലിയാക്കൾക്ക് വരുന്ന അഹ്വാലുകളിലുള്ള അടിസ്ഥാനമായിട്ടുള്ള കാര്യം ഈ ഹുബ്ബാണ്. അള്ളാഹിനുള്ള ഹുബ്ബ് വരലാണ്. അതുപോലെ തന്നെ അതിന്റെ ഇബ്തിദാഉം ഈ ഹുബ്ബ് തന്നെയാണ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ഈ ജ്ഞാനിക്ക്, ഈ ആരിഫിന് സ്വയത്തെ നിയന്ത്രിക്കാൻ സാധിച്ചോളണമെന്നുമില്ല. മനസ്സിലാവുന്നു? അവൻ ഉദ്ദേശിച്ച ആളുകളെ ഈ അനുഗ്രഹത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടും, ഹാസ്വാക്കപ്പെടും എന്നാണ് ഇത് വിവരിച്ച ആരിഫ്യങ്ങളായ മശായിഖന്മാര് ഈ ആയത്തോതിയിട്ട് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലാവണം? അല്ലാഹു തആല നമുക്ക് എല്ലാവരും ഭാവികളായ നമുക്ക് എല്ലാവരും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹുബിന്റെ പൂർണ്ണത അനുസരിച്ചിട്ടാണ് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവുക. മനസ്സിലാവുക? ഇതിൽ അവന്റെ എന്താ പറയാ ഒരു പ്രവർത്തനങ്ങൾക്കും പങ്കില്ല എന്നാ മഹാന്മാര് പറയുന്നത്. ഹുബ് പൂർണ്ണതയിലേക്ക് വരുന്നതിനനുസരിച്ചിട്ട് അവൻ ഈ വ്യക്തി, ഈ ആരിഫായ മഹാൻ എന്ത് ചെയ്യും, ആ ഫനായിലേക്കും ബഖായിലേക്കും സക്റിലേക്കും മഹബിലേക്കും സഹബിലേക്കും എല്ലാം ഉയർന്നുകൊണ്ടേയിരിക്കും. ഇത് അള്ളാഹ് ഔദാര്യമായിട്ട്, അത് ഒരു ഫിക്റുമില്ലാതെ തന്നെ അള്ളാഹ് ഔദാര്യമായിട്ട് ഇവന്റെ ഖൽബിൽ ഇട്ടു കൊടുക്കുന്നതാണ്, ഇവന്റെ റൂഹിൽ ഇട്ടു കൊടുക്കുന്നതാണ്, ഇവന്റെ സിറിൽ ഇട്ടു കൊടുക്കണം. ഓരോരുത്തരുടെ പദവിക്കനുസരിച്ച് അത് ഇവനെ മാറ്റിമറിക്കും. അത് പിന്നീട് ഫനായിലേക്കെത്തും, ബഖായിലേക്കെത്തും, അങ്ങനെ പോവത് സക്റിലേക്കും മഹവിലേക്കും സഹവിലേക്കും എല്ലാം ഈ ജ്ഞാനം ഉയർന്നു പൂർണ്ണത പ്രാപിക്കും. ഇത് അള്ളാഹിന്റെ ഔദാര്യമായി വരുന്നതാണ്. എന്നാൽ മറ്റൊരു വശവുമുണ്ട്. അള്ളാഹുവിന്റെ അതായത് ആദ്യത്തെ ദശ ആ സിഫാത്തിലൂടെ ഉയർന്നു പോയിട്ട് അങ്ങനെ പോകുന്ന ഒരു രീതിയുമുണ്ട്. രണ്ട് രീതിയാണ് ഹുബിനുള്ളത് എന്ന് മഹാന്മാര് പറയാൻ പോകും. മആരിഫിലൊക്കെ ബഹുമാനപ്പെട്ട ഇമാം സുഹ്റവർദി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ ഇതിനെ വിവരിച്ചിട്ടുണ്ട്.
തന്നെ അവാരിഫുൽ മാരിഫ് എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? ഈ ഈ ഒരു പ്രേമുണ്ടല്ലോ അള്ളാന്റെ ഭാഗത്തുനിന്ന്, ഈ ഒരു ജ്ഞാനിയുടെ ഈ ആരിഫിന്റെ പ്രയത്നമൊന്നും കൂടാതെ അള്ളാഹ് ഉദാര്യമായി നൽകിയ പ്രേമുണ്ടല്ലോ, ഈ പ്രേമം വലിയ അനുഗ്രഹമാണ്. അത് വലിയ അനുഗ്രഹമാണ്. ബഹുമാനപ്പെട്ട സഹാബാക്കൾക്ക് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബൈഅത്ത് ചെയ്തതോടുകൂടി തന്നെ, ഇസ്ലാമിലേക്ക് വന്നതോടുകൂടി തന്നെ മുത്തുനബിയിലേക്ക് അവർ ഈമാനോട് നോക്കി, മുത്തുനബി അവരിലേക്ക് നോക്കിയോട് അള്ളാഹു ഉദാരമായിട്ട് അവർക്ക് ഈ പ്രേമം. ആ പ്രേമത്തോടു കൂടി അവർ തവക്കുൽ മറികടന്നു, സുഹൂദ് മറികടന്നു, റിലാബിൽ ഖലാവ് മറികടന്നു ഉന്നതമായ പദവിയിലേക്ക്. അതുകൊണ്ട് ഈ ഒരു ഔലിയാക്കൾക്കും ഇനി അവരെ അതിലേക്ക് എത്താൻ പറ്റില്ല. അതുപോലെ തന്നെ മഹാന്മാരായ ഉന്നതമായ കാമിലീകളെ മശായിഖന്മാര് അവരുമായി സഹവസിക്കുന്നവർക്കും ചിലർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഒരു നോട്ടത്തിലൂടെ അവരെ ഈമാനോടുകൂടി നോക്കിയത് കാരണത്താലും അവരുടെ ഒരു നോട്ടം ഇവരിലേക്ക് അള്ളാഹുവിന്റെ ഇറാദത്ത് കൊണ്ട് പതിഞ്ഞത് കാരണത്താലും ഇതേപോലെയുള്ള ഹബ്ബിലേക്ക് മാരിഫത്തും ഇതൊന്നും ഇല്ലാതെ തന്നെ, മാരിഫത്തിന് ശേഷമാണ് ഇത് ഉണ്ടാവുക. മഹാന്മാരായ മശായിഖന്മാരിൽ കൂടെ മാരിഫത്തിൽ കൂടി തന്നെ ഉണ്ടാവുക. പക്ഷെ ഉന്നതമായ മാരിഫത്തിന്റെ ഇൽമ് കിട്ടാതെ തന്നെ ഈ രംഗത്തിലേക്ക് അവരെ കൊണ്ടുപോകും. അങ്ങനെ ഔലിയാക്കൾ, മഹാന്മാരായ മശായിഖ്, കാമിലായ മശായിഖന്മാരെ ബന്ധപ്പെട്ടവരിലേക്കും ഇങ്ങനെയുള്ള ഹുബ്ബ് പ്രവേശിക്കുകയും അവരും തവക്കുലിനെയും അതുപോലെ തന്നെ സുഹൂദ് പോലുള്ള മഖാമിനൊക്കെ മുൻകടന്നു പോകും, ഉന്നതമായ മർത്തബയിലേക്ക്. മഹാന്മാർ പറയുന്നുണ്ട്, കിതാബിൽ മഹാന്മാരായ മശായിഖന്മാർ രേഖപ്പെടുത്തിയതാണിത്. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിച്ചതുപോലെ രണ്ട് വിധത്തിൽ ഈ പോക്കുണ്ട്. ഒന്ന് ഇഷ്കിലൂടെയുള്ള പോക്കുണ്ട്, ഒന്ന് ഇൽമി ഇർഫാനിലൂടെയുള്ള പോക്കുണ്ട്. ഇൽമി ഇർഫാനിലൂടെ പോകുമ്പോഴും മഹബത്ത് വരും, പിന്നീട് ഇഷ്കിലേക്ക് വരും. എന്നാൽ ഹുബിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും? ഈ ഹുബിലേക്ക് പോകും കാമിലീകളായ മശായിഖന്മാരിൽ ഇഷ്ക് വഴി പോകുന്നവരും അവർക്കും മാരിഫത്ത് ഉണ്ടായിരിക്കും. പക്ഷെ പിന്നീട് ഇവർ ഇഷ്കിലൂടെ മുന്നേ അല്ലാഹു തആല അവന്റെ ഔദാര്യമായി ഇവരെ തെരഞ്ഞെടുക്കുകയും അങ്ങനെ ഇഷ്കിലൂടെ മുന്നേറിക്കൊണ്ട് അല്ലാഹു ലദുന്യായി ഇവർക്ക് മാരിഫത്തിന് ഉന്നതമായ തലങ്ങളിലേക്ക് ഷെയ്ഖിന്റെ നിസ്ബത്ത് വഴി ലദുന്യായ ഇൽമു കൊണ്ട് ഇവർ അനുഗ്രഹിക്കുകയും ചെയ്യും. അങ്ങനെ അവർ മാരിഫത്തിലും ബഹറായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ശരീഅത്തിലും അവർ ആരായി മാറും? ബഹറായിട്ട് മാറും. ശരീഅത്തിന്റെ ഇൽമിലും ബഹറായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഒരു എന്താ പറയാ, നമ്മൾക്ക് അങ്ങനെയുള്ള മഹാന്മാരുടെ ഒരു ചെറിയത അവരുടെ കാൽപാദങ്ങൾക്ക് അടിയിലുള്ള ചെറിയ മൺപൊടിയാവാൻ നമുക്ക് അല്ലാഹു തആല ഒരു ഔദാര്യമായി തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പ്രേമം, ഇഷ്ക്, ഹുബ്ബ് ഇലാഹി ഇതെന്ത് ചെയ്യപ്പെടും? സുഹുദിനെ മറികടക്കും. കാരണം ഈ ആഷിഖിന് എന്തില്ല? സുഹുദിന്റെ ആവശ്യമില്ല. മഹാനായ ഇമാം സുഹ്റവർദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, എന്തുകൊണ്ടാണ് ഇത് സുഹുദിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്? കാരണം ആഷിഖ്, ഈ പ്രേമം ഉള്ള ആള്, അള്ളാഹുവിനെ പ്രേമിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിന്റെ ഭാഗത്ത് ഇങ്ങോട്ട് വന്ന പ്രേമാണല്ലോ, അള്ളാഹു ഇവരെ തെരഞ്ഞെടുത്തതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവരിൽ എപ്പോഴും ഹഖ് സുബ്ഹാനഹു വ തആലയുടെ ജൽവ, അവന്റെ തജല്ലിയാത്തുകള്, അവന്റെ ഖുർബ് എപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ അവർ അള്ളാഹു തആലാന്റെ ഖുർബിൽ എപ്പോഴും നിലകൊള്ളുന്നത് കാരണത്താൽ അവർക്ക് പിന്നെ എന്തില്ല? ആ തജല്ലിയാത്തുകളും അവന്റെ ഹുബ്ബും വർദ്ധിച്ചത് കാരണം, പ്രേമാഗ്നി വർദ്ധിച്ചത് കാരണത്താൽ ഇവർക്ക് സുഹുദ് ചെയ്യുന്നത് എന്തിനാണ്? തന്റെ നെഫ്സിന്റെ ഇച്ഛകളെ എതിര് പ്രവർത്തിക്കാനും അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കുന്ന, അവന്റെ അള്ളാഹുവിന്റെ ഖുർബിലേക്ക് അടുക്കുന്നതിന് എതിരായി നിൽക്കുന്ന, തടസ്സമായി നിൽക്കുന്ന നെഫ്സിന്റെ മോശമായിട്ടുള്ള ഇച്ഛകളെയും സ്വഭാവങ്ങളെയും തസ്കിയത്ത് ചെയ്യാനാണ്, പരിശുദ്ധപ്പെടുത്താനാണ് ഈ സുഹുദും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നത്. എന്നാൽ ഈ അള്ളാഹു ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഔദാര്യമായി അവന്റെ ഹുബ്ബിനെ അവരുടെ ബാത്തിനിൽ നിറച്ച ആളുകൾ, ആ ഹുബ്ബിന്റെ അഗ്നി എന്ത് ചെയ്യും? ഇവരുടെ ഈ ദുർമേധസ്സൊക്കെ ഉരുക്കി കളയുകയും അങ്ങനെ ഇവർക്ക് എത്രയും പെട്ടെന്ന് എന്താവാൻ പറ്റും? അവൻ എപ്പോഴും അള്ളാഹു തആലാന്റെ കൂടെയായ ഒരു അവസ്ഥ അവർക്ക് എപ്പോഴും നിലക്കുന്നത് കാരണത്താൽ അവർക്ക് എന്തില്ല? സുഹൂദിന്റെ ആവശ്യം വരില്ല. സുഹൂദ് അതിനാണല്ലോ. കാരണം അതിൽ സുഹൂദില്ലാതെ തന്നെ അവരുടെ നഫ്സ് തസ്കിയത്തായി കഴിഞ്ഞു. അതുപോലെ തവക്കുലിലും ആയിരിക്കില്ല. അവർ തവക്കുലിനേക്കാൾ ഉന്നതമായ മർത്തബ അവർ കൈവരിച്ചിട്ടുണ്ടാവും. മനസ്സിലാണോ? കാരണം എന്താ? തവക്കുലിന് ആവശ്യം വരുന്നില്ല. കാരണം പൂർണ്ണമായിട്ട് അവർ ഹക്കിൽ ലയിച്ചിട്ടാണ്, പൂർണ്ണമായി അവർ ഹക്കിന്റെ ആനന്ദത്തിലാണ്, ആസ്വാദനത്തിലാണ്. എപ്പോഴും ഹക്ക് സുബ്ഹാനഹു വ തആലയുടെ തജല്ലിയാത്തുകൾ മുഴുകിക്കൊണ്ടിരിക്കുന്ന ആ മഹാന്മാർക്ക് പിന്നെ ഒരു തവക്കുല് എന്നുള്ള സംഭവം ഉദിക്കുന്നില്ല. അത് മറികടന്നു. പെട്ടെന്ന് അവർ നിമിഷങ്ങളെ കൊണ്ട് അവരുടെ ഷെയ്ഖിന്റെ നിസ്ബത്തിൽ അത് മറികടന്നു. മുത്തുനബിയുടെ സ്വതഖയിലായിക്കൊണ്ട് അങ്ങനെ അവരെപ്പോഴും ഹക്കിലായതുകൊണ്ട് പിന്നെ ഒരു തവക്കുല് എന്ന് പറഞ്ഞ ഒരു സംഭവം അവർക്കില്ല. കാരണം എല്ലാം അർപ്പിതമായിരിക്കും. അവർ കാര്യങ്ങളെ മാത്രമല്ല അള്ളാഹിനെ ഏൽപ്പിക്കുക, അവരുടെ ഓരോ നിമിഷങ്ങളും, അവരുടെ ഓരോ കോശങ്ങളും, അവരുടെ ഓരോ രോമങ്ങളും, അവരുടെ എല്ലാ നിമിഷങ്ങളിലെ നിലനിൽപ്പുകളും എല്ലാം ഹക്കിനെ കൊണ്ടായിരിക്കും അവർ അനുഭവിക്കുക.
അത് പിന്നെ അവർക്ക് പ്രത്യേകമായൊരു തവക്കുൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അവർ മുത്തവക്കിലായിരിക്കും, അതിന്റെ ഉന്നത പദവിയിൽ അവർ എത്തിയിട്ടുണ്ട്. റിലാബിൽ ഖലാഇനെ തൊട്ടും മറികടന്നിട്ടുണ്ടാവുന്നു. റിലാബിൽ ഖലാ, റാലിയത്തായ നഫ്സ്, മർലിയത്തായ നഫ്സ് ഉന്നതമായ പദവിയാണ്. അതിലും ഉപരിയായിട്ട് അവർ വന്നിട്ടുണ്ടായിരിക്കും എന്ന മഹാന്മാര് പറയുന്നത്. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് പറയല്ല, ഞാൻ പറഞ്ഞില്ല അവാരിഫുൽ മാരിഫ് എടുത്ത് മറിച്ചു നോക്ക്, അതിൽ കാണാം, അതിൽ പറയുന്നുണ്ട്. കാരണം എന്താണ് പറയുന്നത്? എന്താ, ഇതൊന്നും നമ്മളെ പോലത്തെവർക്കുള്ളതല്ല, ഇത് ഇങ്ങനെയുള്ള മഹാന്മാരുടെ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾക്ക് പറ്റുന്ന കാര്യം നമ്മൾ അധ്വാനിക്കുക, അള്ളാന്റെ ഔദാര്യത്തിനെ പ്രതീക്ഷിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലാവുണ്ട? അവരെ പറ്റി സംബന്ധിച്ചാ പറഞ്ഞു റിലാബിൽ ഖലാന്റെ ഒരു അവസ്ഥ അവർ ഉദിക്കുന്നില്ല അവിടെ. കാരണം എന്താ? അതിന്റെ അവസ്ഥ ഉദിക്കുന്നില്ല എന്ന് പറയാൻ കാരണം എന്താ? കാരണം അള്ളാഹിനെ കൊണ്ട് തൃപ്തിപ്പെടാം, അവർക്ക് തന്നെ ആടെ അസംതൃപ്തി വരുന്നേ ഇല്ലല്ലോ. അള്ളാഹു താല വെറുത്തൊരു കാര്യം അവരിൽ നിന്ന് വരികയില്ല, അതിന്റെ ആവശ്യം അവർക്ക് വരുന്നില്ല. കാരണം അവർ അള്ളാഹിനുള്ള ഹുബിനാലാണ്. അള്ളാഹിനുള്ള ഹുബ് മികച്ചത് കാണാത്താൽ അവന്റെ എല്ലാ പ്രവർത്തനവും അവർക്ക് തൃപ്തി തന്നെയാണ്. അവരതിലേക്ക് ചിന്തിക്കേയില്ല. അവരിങ്ങനെ അള്ളാഹു താലാന്റെ പ്രവർത്തനങ്ങൾ ഒഹും യഷ്ഹദൂന ഫി അഫ്ആലില്ല, അള്ളാഹു താലാന്റെ പ്രവർത്തനങ്ങൾ തന്റെ മുഹിബ്ബായ, തന്റെ മഅശൂഖായ അള്ളാഹു താലാന്റെ പ്രവർത്തനങ്ങളെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് അവര്. അതിലിപ്പോൾ എന്താ അസംതൃപ്തി ഉള്ളത്? തന്റെ സ്നേഹഭാചനം, തന്റെ പ്രേമഭാചനം തനിക്ക് എന്ത് ചെയ്താലും അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും അത്, അല്ലെ? പ്രേമിക്കുന്ന ആളൊരു ഉള്ളിയാലും എന്താവും? ഇഷ്ടമായിരിക്കും. വേദന ആയാലും വേദന ഇഷ്ടമായിരിക്കും, വേദനത്തിൽ ആസ്വദിക്കും, ആനന്ദം ഉണ്ടാവും അവർക്കുന്ന. മനസ്സിലാവുന്നുണ്ട്? വളരെ ശ്രദ്ധിക്കണം. മഹാനായ ഷെയ്ഖ് അബുൽ ഹുസൈൻ വറാഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിൽ ആനന്ദം കണ്ടെത്താൻ സാധിക്കൽ അള്ളാഹുവിനോടുള്ള തീവ്രമായ സ്നേഹത്തിന്റെ ലക്ഷണമാണ്. ആ ഇഷ്കിന്റെ അഗ്നി മനസ്സിലുള്ള കാടുകൾ ചാമ്പലാക്കി കളയും, പാപങ്ങളുടെയും ദുഷിച്ച സ്വഭാവങ്ങളുടെയും അഴുക്കുകളെ അവ ഉരുക്കിക്കളയും. കണ്ടോ? അതാണ് എന്താ പറയുന്നത് ആ മഹാനവറുകൾ പറയുന്നത്. ഒരാൾക്ക് അള്ളാഹുവിൽ ആനന്ദം കണ്ടെത്താൻ സാധിച്ചു, അള്ളാഹു ആസ്വാദനായി മാറി, അള്ളാഹു താല അവർക്ക് ആനന്ദിപ്പിക്കുന്ന അവസ്ഥയിലായി. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളും അവന്റെ എല്ലാം, അള്ളാഹു താലാന്റെ ഓരോ എന്താ പറയാ അവനോട് ബന്ധപ്പെടുന്ന കാര്യങ്ങളും അവർ ആനന്ദിപ്പിക്കുന്നതായുമായി. അങ്ങനത്തെ ആളെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹുവിനോടുള്ള അതെന്തിന്റെ ലക്ഷണമാണ്? അള്ളാഹുവിനോടുള്ള ഇദ്ദേഹത്തിന് കഠിനമായ സ്നേഹമുണ്ട് എന്നുള്ള ലക്ഷണമാണ് അള്ളാഹുവിൽ ആനന്ദിക്കാൻ സാധിക്കുക. ഒരാൾക്ക് അള്ളാഹുവിൽ ആനന്ദിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അദ്ദേഹത്തിന്റെ ഉള്ളിൽ അത്രയധികം അള്ളാഹു സ്നേഹമുണ്ട്. അല്ലാതൊന്നും, കാരണം അള്ളാഹ് നമുക്കറിയാലോ, ഇവിടെ എന്താ പറയാ പ്രയാസങ്ങളും നൽകുമല്ല, രോഗങ്ങളും നൽകും, കടങ്ങളും നൽകും, പലതും നൽകും. ആ സന്ദർഭത്തിലൊക്കെ അള്ളാഹിനെ കൊണ്ട് ആനന്ദിക്കുകയും എന്നാൽ അതിനുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. രോഗം വരുമ്പോൾ ചികിത്സിക്കുന്നു, കടം വരുമ്പോൾ കടം വിട്ടാനുള്ള കാര്യങ്ങൾ, ജോലിയിൽ വ്യാപൃതന അവൻ ജോലി ചെയ്യുന്നു, പണിയെടുക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ഒക്കെ കൂടി പോണെങ്കിൽ അത്രക്കും അള്ളാഹ് പറയുന്നത് അങ്ങനെ അനുസരിക്കണമല്ലോ. അലസത തീരല്ല. അള്ളാഹു താല മുത്തുനബിയിലൂടെ പറഞ്ഞതൊന്നും അനുസരിച്ചില്ലെങ്കിൽ അള്ളാഹ് ഇഷ്ടപ്പെടില്ല എന്നുള്ള ആ ഒരു ഇത് കാരണത്താൽ പ്രേമത്തിന്റെ അഗ്നി ഉള്ളിലിങ്ങനെ കത്തി ആളുമ്പോഴും അവരിതെല്ലാം ഉത്തരവാദിത്തങ്ങളെ പൂർത്തിയാക്കുന്നു. മനസ്സിലാവുന്ന? അപ്പൊ അള്ളാഹിനോടുള്ള പ്രേമം അവന്റെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. തീവ്രമായ സ്നേഹത്തിന്റെ ലക്ഷണമാണ് എന്ത്? അള്ളാഹുവിൽ ആനന്ദം കണ്ടെത്തൽ. ആ ഇഷ്കിന്റെ അഗ്നി, ആ പ്രേമത്തിന്റെ സ്നേഹത്തിന്റെ അഗ്നി ഉണ്ടല്ലോ, മനസ്സിലുള്ള കാടുകൾ എന്ത് ചെയ്യും? ചാമ്പലാക്കി കളയും. അതായത് മനസ്സിൽ മുളച്ചു പൊന്തുന്ന മോശമായ ആഗ്രഹങ്ങളും ഇച്ഛകളും ഉണ്ടല്ലോ, അതുപോലെ തന്നെ മോശമായ സ്വഭാവങ്ങൾ ഒക്കെ ചാമ്പലാക്കി കളയും, അഴുക്കുകളൊക്കെ ഉരുക്കി കളയും ചെയ്യുന്ന മഹാൻ പറയുന്നത്. മനസ്സിലാവുന്ന? അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, എല്ലാറ്റിന്റെയും അടിസ്ഥാനം ആദ്യം തൗബയാണ്. തൗബക്ക് ശേഷം അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളാണ് ഓരോരുത്തർക്കും. ചിലർക്ക് പരിശ്രമത്തിലൂടെ നൽകുന്നു, ചിലർക്ക് വഹബിയ അള്ളാഹു താല തെരഞ്ഞെടുക്കുന്നു, അങ്ങനെ നൽകുന്നു. വഹബിയായി തെരഞ്ഞെടുക്കുന്നവരാണ് രണ്ട് വിധത്തിലുണ്ട്. വഹബിയായി തെരഞ്ഞെടുക്കൽ ആദ്യം മുതൽ ഉമ്മയുടെ ഔസലാദം റളിയല്ലാഹു പോലെ ഉമ്മയുടെ എന്താ പറയാ ഗർഭാശയത്തിൽ നിന്ന് തന്നെ അള്ളാഹു താല തെരഞ്ഞെടുത്തവർ. പിന്നെയുള്ളതോ മഹാന്മാരുടെ ദുആ കാരണത്താൽ അള്ളാഹു വഹബിയായി തെരഞ്ഞെടുത്തവർ. അങ്ങനെയുണ്ട്. അത് എന്താണ്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ വളരെ ആദ്യം മോശമായ ജീവിതമായി നയിച്ചിരുന്നത്, എന്നാൽ മുത്തുനബിയുടെ ദുആ വന്നപ്പോൾ അള്ളാഹു തആല അവരെ അങ്ങ് അതിനു വേണ്ടി തെരഞ്ഞെടുത്തു. അള്ളാഹുവിന്റെ പ്രേമം അവരുടെ ഉള്ളിൽ ആളിക്കത്താൻ തുടങ്ങി. പരിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോഴത്തേന് അവർ ബോധരഹിതരായി വീഴുന്ന അവസ്ഥയിലേക്ക് എത്തി. അല്ലെ? അങ്ങനെ ഇഷ്ടംപോലെ കാണാം. ഔലിയാക്കളിലും കാണാൻ സാധിക്കും അങ്ങനെ. അപ്പൊ അവർക്ക് തുടക്കത്തിൽ പ്രയത്നം ഉണ്ടാവും, ആ പ്രയത്നത്തിന് ശേഷം ഏതെങ്കിലും ഒരു വലിയിന്റെയോ അല്ലെങ്കിൽ ഒരു നബിയുടെയോ
ദുആ കാരണത്താൽ എന്ത് ചെയ്യും? ഇവർ അല്ലാഹു തആല എന്താക്കി മാറ്റും? അവർക്ക് വേണ്ടി തനിപ്പിക്കും. അത് ഈ കാലഘട്ടത്തിലുള്ള ആള് മുത്തുനബിയുടെ ഉമ്മത്തികളിലുള്ളവരെയും അമ്പിയാക്കൾ അങ്ങനത്തെ ആളുകളെ പ്രയത്നിച്ചു വരുന്നു. അവരിൽ അങ്ങനെയുള്ള ഒരു തേജാസജ്ജീകരണം കണ്ടു കഴിഞ്ഞാൽ അമ്പിയാക്കൾ എല്ലാവരും കൂടി ദുആ ചെയ്ത് ഇവനെ ഈ ആളെ, ഈ വ്യക്തിയെ ഈ അവസ്ഥയിലേക്ക് ഉയർത്തുന്ന അമ്പിയാക്കൾ വരെ മുത്തുനബിയുടെ സദഖയിലായിട്ട് അതിൽ ഇടപെടുന്ന, അവർക്കും അതിലൊരു റോള് കിട്ടാൻ വേണ്ടി. മനസ്സിലാവുന്ന മുത്തുനബിയുടെ ഉമ്മത്തികൾക്ക് വേണ്ടിയിട്ട് മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കൾ വരെ ഇടപെടുന്ന, അതിൽ ഖാസായിട്ട് ഏത് നബിയാണോ ഇടപെട്ട് അവരുടെ മൽഹറായിട്ട്, അവരുടെ തജല്ലിയായിട്ട്, അവരുടെ ഖദമിലായിട്ട് ഈ ഒലി മാറുകയും ചെയ്യും, ഈ ആരിഫായ സൂഫി മാറുകയും ചെയ്യും. എന്തായാലും വല്ലാത്ത അവസ്ഥയാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത അവസ്ഥയാണ്. നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിനെ പ്രേമിക്കുന്ന ആളുകൾക്ക്, അള്ളാഹിനോടുള്ള സ്നേഹമുള്ള ആളുകൾക്ക് ഇത്ര വലിയ പദവി കിട്ടാൻ കാരണം എന്താണെന്നറിയോ? അള്ളാഹിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അള്ളാഹ് അവരെ കൂടെ ഉണ്ടാവും. കാരണം മഹബത്ത് ഈ നിലക്ക് ഉയരണം. ഒരു ഫിക്റിന്റെയോ അമലിന്റെയോ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഒരു അനുഗ്രഹങ്ങളെ ചിന്തിച്ചാലോ ഉള്ള സ്നേഹം ആവരുത്. ആ സ്നേഹം എന്താണ്? ആവരുത് എന്ന് പറഞ്ഞാൽ നമുക്കതേ പറ്റൂ. അപ്പൊ ആ സ്നേഹം എന്താണ്? അതും അള്ളാഹു തആല ഔദാര്യമായി നൽകുന്ന. പക്ഷെ ആ ഫിക്റും ഇതില്ലാത്ത ടൈമിൽ ഈ അഗ്നി ഉള്ളിൽ ഈ ലഹരി ഉണ്ടായിക്കൊള്ളുന്നില്ല. അതേ സ്ഥാനത്ത് അള്ളാഹു തആല ഒരാളെ അതിനുവേണ്ടി തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹുബ്ബിന് ഫിക്റൊന്നും വേണ്ട. പെട്ടെന്ന് അള്ളാഹു ഉദ്ദേശിച്ച ക്ഷണം അവർക്ക് അവരുടെ ആന്തരികമായ വിജ്ഞാനത്തിന്റെ വീക്ഷണം ഹഖ് തആലാന്റെ ജൽവയിലേക്ക് എത്തുകയും അല്ലെങ്കിൽ അവന്റേതായ ദാത്തിലേക്ക് എത്തുകയും അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ എന്താ പറയാ ആ ഖുർബിലേക്ക്, ആ ഷൗഖിലേക്ക് അവനങ്ങ് ഉയർന്നെത്തുകയും ചെയ്യും. അള്ളാഹുവിന്റെ ഫളില് ഉണ്ടാവുമ്പോൾ അള്ളാഹു നൽകുന്നതാണ്. അതിന്റെ പ്രിയമുള്ളവരെ, ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും കൂടെ ഒന്ന് പറയാം, അള്ളാഹുവിന്റെ റസൂൽ ഒരു ഹദീസാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു സഹാബി പറയുകയാണ്, അള്ളാഹിന്റെ റസൂലെ, ഖിയാമത്ത് നാൾ എപ്പോഴാണ്? അപ്പൊ അള്ളാഹിന്റെ റസൂൽ ആ സഹാബിയോട് പറഞ്ഞു, ഖിയാമത്ത് നാളിൽ എപ്പോഴാണ്? അള്ളാഹിന്റെ റസൂൽ ചോദിച്ചു. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, നീ ഖിയാമത്തിന് വേണ്ടി എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? അപ്പൊ അവര് പറഞ്ഞു, അധികരിച്ചതായ നോമ്പോ അധികരിച്ച അമലുകളോ, ചുരുക്കം പറഞ്ഞ അധികരിച്ചതായ അമലുകളൊന്നും ഞാൻ തയ്യാറാക്കി വെച്ചിട്ടില്ല അള്ളാഹുവിന്റെ റസൂല്. അപ്പോ പക്ഷെ അങ്ങയെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിച്ചോ അവരുടെ കൂടെയായിരിക്കും. ഇതാണ് ഹദീസ്. അതായത് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിനോടുള്ള സ്നേഹം പ്രേമത്തിന്റെ അഗ്നി ഉള്ളിൽ വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും അള്ളാഹിന്റെ കൂടെ തന്നെ. അവൻ ജീവിതത്തിലും മരിക്കുന്ന ടൈമിലും ഖബറിലും ഹശറിലും ജന്നത്തിലും ഒക്കെ അള്ളാഹിന്റെ കൂടെ തന്നെ. അവനും അല്ല അങ്ങനെയുടെ ബന്ധം. മാഷാ അല്ലാഹ്, എന്തൊരു വലിയൊരു അനുഗ്രഹം അല്ലേ പടച്ചോനെ. നമ്മളെ മശൈഖന്മാരെ സദക്കയിലായിട്ട് നമുക്കതിന്റെ ചെറിയ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ മശൈഖന്മാരെ ദുആ ആണെന്ന് മനസ്സിലാക്കണം. അല്ല, നമ്മളതൊന്നുമല്ല. ഈ ശൈഖന്മാർ ദുആ കൊണ്ട് അള്ളാഹു തആല നമ്മളെ തിരഞ്ഞെടുക്കുന്നതാണെന്ന് മനസ്സിലാക്കണം. അള്ളാഹു നമ്മളെ ആ ഹുബിലേക്ക്, നമ്മുടെ ഹുബ് അള്ളാഹുവിന്റെ ഔദാര്യമാണ് നമ്മളിലേക്ക് ഒരു ഹുബോ, അങ്ങനെയുള്ള സെക്റോ, അങ്ങനെയുള്ള മഹവോ, അങ്ങനെയുള്ള സെഹുവോ, അതുപോലുള്ള ഫനാഓ ബഖാഇന്റെ അവസ്ഥയോ എന്ത് വന്നിട്ടുണ്ടെങ്കിൽ, എന്തെല്ലാം ഹാലുകൾ, ഇഷ്തിയാഖിന്റെ അവസ്ഥയാലും ഷൗഖായാലും റൗഖായാലും എല്ലാം വന്നിട്ട് എല്ലാം നമ്മളെ ഷെയ്ഖിന്റെ ഉമ്മറപ്പടിയിലാണെന്നൊരു മുരീദ് മനസ്സിലാക്കണം. കാരണം നമ്മളെ ഷെയ്ഖുന നമ്മളവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടാണ് നമുക്കതെല്ലാം വരുന്നത്. അവരിലൂടെ അല്ലാതെ നമുക്കൊന്നും വരാനില്ല, നമുക്ക് വേറെ ഒന്നും വരാനില്ല. നമ്മളെ ശരീരവും കൽമും റൂഹും ഒക്കെ അവരേക്ക് കൊടുക്കുമ്പോൾ അവരിലൂടെ തന്നെ നമുക്ക് വരാനുള്ളൂ. അഹങ്കരിക്കൊന്നും വേണ്ട. അഹങ്കരിച്ച ഉടനെ പോയി. അഹങ്കാരം വരാനും മാർഗവും ഇല്ല. അല്ലാഹു തആല ഒരാളെ അവന്റെ ഹുബ്ബ് കൊണ്ട് തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരത്ത് അതൊക്കെ പോയിട്ടുണ്ടാവും. അതിനൊന്നും മാർഗില്ല. അവരെന്നെ ഉണ്ടാവില്ല. പിന്നെ അതാ പിന്നെ പറയണേ മഹാന്മാര്. അതായത് ഹുബ്ബിന് ശേഷം ഹുബ്ബൊരു ഹാലാണ്. അത് ആദ്യത്തെ ഹാലാണ്, അവ്വലുൽ ഹാലാണ്. അത് ബേസുമാണ്. ആ ഹുബ്ബിന് ശേഷം ഇദ്ദേഹം വീണ്ടും ആ ഹുബ്ബിൽ ഉയരും. അങ്ങനെ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന രണ്ടാമത്തെ മർത്തബയാണ് ഷൗഖ്. ഷൗഖ് എന്ന് പറഞ്ഞ ഹുബ്ബിന് ശേഷം വല്ലാത്തതായ ഒരു എന്താ പറയാ, ഒരു അട്രാക്ഷൻ, ഒരു ആകർഷണം, ഒരു വല്ലാത്തതായ അവനെ ആരാണോ ഹുബ്ബ് വെച്ചത്, ആരെയാണോ പ്രേമിച്ചത്, അവനെ കാണാനും അവനെ എത്തിപ്പിടിക്കാനും അവനെ സംസാരം കേൾക്കാനൊക്കെ ഉള്ള വല്ലാത്തതായ ഒരു താല്പര്യം, അതിയായ ഒരു എന്താ പറയാ താല്പര്യം എൻ്റെ ഉള്ളിൽ ഉടലെടുക്കും. മഹാന്മാർ അതിനെ പല വിധത്തിലും ഷൗഖിനെ സംബന്ധിച്ച് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുണ്ടാവും. ഷെയ്ഖ് ദുന്നൂൻ മിസ്രി റളിയല്ലാഹു അൻഹു പറയാണ്, അത്യുത്തമമായ ഉന്നത തലത്തിലുള്ള മർത്തബയാണ് ഷൗഖി എന്ന് പറയുന്നത്.
ഹുബിന് ശേഷം രണ്ടാമതായിട്ട് വരുന്നത് ഈ ഒരു അള്ളാഹുവിലേക്ക് അടുക്കുന്ന ജ്ഞാനിക്ക് വരുന്നത് ഷൗഖാണ്. ആ ഷൗഖ് എന്ന അത്യുന്നതമായിട്ടുള്ള മർത്തബയാണെന്നാണ് ദുന്നൂനിൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അദ്ദേഹം പറയാണ്, ആ മർത്തബയിലെത്തിയ വ്യക്തിക്ക് മരണം എന്ന കടമ്പ കടക്കാൻ വല്ലാത്ത ധൃതിയായിരിക്കും. ഫതമന്നൗൽ മൗത്ത് ഇൻ കുൻതും സ്വാദിഖീൻ എന്ന് പറഞ്ഞില്ലേ, സ്വാദിഖീങ്ങളായ സുദ്ദീഖീങ്ങളായ മഹാന്മാർക്ക് വരുന്ന അവസ്ഥയാണ്. മരണത്തെ പെട്ടെന്ന് മരിച്ചിട്ട് പെട്ടെന്ന് എത്തണം വല്ലാത്ത ധൃതിയായിരിക്കും അദ്ദേഹത്തിന്. മനസ്സിലായി? മരണം എന്ന കടമ്പയെ കടക്കാൻ വല്ലാത്ത ധൃതിയായിരിക്കും. തന്റെ മഅ്ശൂഖിനെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണുവാനുള്ള ധൃതി. താൻ ആരെയാണോ സ്നേഹിക്കുന്നത്, ഹഖ് തആലാനെ, അപ്പൊ അള്ളാനെ കാണാനുള്ള ധൃതി കാരണത്താൽ, നേരിട്ട് കാണാനുള്ള ധൃതി കാരണത്താൽ എന്ത് ചെയ്യും? ഇവിടെ മാരിഫത്ത് കൊണ്ടുള്ള മഅയ്യത്തും ഖുർബല്ല ഇവിടെ കിട്ടുന്നത്. മാരിഫത്ത് കൊണ്ടുള്ള അള്ളാഹ്ക്ക് ജിൻസില്ല, ജിൻസിനോട് പരിശുദ്ധനല്ലേ. അപ്പൊ മാരിഫത്തിനുള്ള ഖുർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹ് ഇങ്ങോട്ട് കൂടെ ആവലാണ്. മാരിഫത്ത് കൊണ്ടുള്ള നമ്മൾ എന്ത് ചെയ്യുന്നു? ഹഖ് തആലാന്റെ ആ ഒരു അവന്റെ തജല്ലിയാത്തുകളിലൂടെ അവന്റെ ദാത്തിലേക്ക് എത്തുന്നു. അവന്റെ സിഫാത്തിന് തജല്ലിയാത്തുകളിലൂടെ ഹഖ് തആല എന്ത് ചെയ്യുന്നു? അവന്റെ ദാത്തിലേക്ക് നമ്മുടെ മാരിഫത്തിലെ ഇത്തിബാറിൽ എത്തിക്കുന്നു. എങ്കിലും അവന്റെ കുന്നുഹുദാത്ത് കാണാനും അവന് നേരിട്ടിട്ട് അവനെ മറകൂടാതെ കാണാനുള്ള ഒരു ആഗ്രഹം ആർക്ക് വരും? അവന് ശരീരമില്ല, ശരീരത്തിനെ തൊട്ട് പരിശുദ്ധനാണ് അവൻ. മനസ്സിലാവുണ്ട? അള്ളാഹ്ക്ക് യോജിച്ചതായ ശരീരം അതുമില്ല, ശരീരത്തിനെ തൊട്ടൊക്കെ അവൻ പരിശുദ്ധനാണ്. എന്നാൽ അവന് ദാത്തുണ്ട്. എന്നനി ആണല്ലാ, ഞാൻ അള്ളാഹു ആണെന്ന് പറയുന്ന അവനക്ക് ദാത്തുണ്ട്. അത് മറ കൂടാതെ കാണാനുള്ള ഷൗക്ക് ഈ ആർക്ക് വരും? ഈ ജ്ഞാനിക്ക് വരും, ഈ ആരിഫിന് വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലാവണ്ട? അതാണ് ചില മഹാന്മാര് പറയുന്നത് എന്താണ്? ഷൗക്ക് എന്ന് പറയുന്നത് അപ്പൊ മരണമെന്ന ചില മഹാന്മാര് ഇവിടെ ദുനിയാവിൽ വെച്ച് തന്നെ കൂടുതൽ അള്ളാഹു താലാന്റെ ആ മഅരിഫത്തിന്റെ ദർശനവും ആസ്വാദനവും കൂടുതൽ ഈ ദുനിയാവിൽ വെച്ചിട്ട് തന്നെ കൂടുതൽ ആസ്വദിക്കാനുള്ള ആഗ്രഹ കാരണത്താൽ മരണത്തെ ആഗ്രഹിക്കൂല എന്നൊക്കെ എന്തുന്നുണ്ട്, ചില മഹാന്മാർ ആഗ്രഹിക്കാത്തവരുണ്ട് എന്നും മഹാന്മാർ പറയുന്നുണ്ട് കേട്ടോ. ഷൗക്കിനെ സംബന്ധിച്ച് മഹാനായ അബൂ യസീദുൽ ബിസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഇങ്ങനെയാണ്: സ്വർഗവാസികൾക്ക് അള്ളാഹു തആല തന്റെ ദർശനം നൽകാതെ മറയിട്ടാൽ അങ്ങനെ ആവുമ്പോൾ തന്നെ അവർ സ്വർഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി യാചിക്കാൻ തുടങ്ങും. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നരകവാസികൾ കേഴുന്നത് പോലെ. മനസ്സിലാവുന്നുണ്ട്? അങ്ങനെ യാചിക്കാൻ വേണ്ടി ഇവർ തുടങ്ങുന്ന ആര്? ഷൗഖിന്റെ അഹ്ലുകാർ. ഷൗഖിന്റെ അഹ്ലുകാർ അള്ളാനെ കാണൽ അത്ര ഇഷ്ടമായിരിക്കും അവർക്ക്. ഈ ഷൗഖിന്റെ അഹ്ലുകാർ നാളെ സ്വർഗത്തിൽ അള്ളാഹു താല ചില സമയത്ത് അള്ളാനെ കാണാൻ തൊട്ടൊരു മറയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ നിന്നാണ്ട് പോകണം. എവിടാ അള്ള ഉള്ളത്, എവിടെയാണ് അള്ളാന്റെ ദർശനം ഉള്ളത്, അവിടെ എനിക്ക് എത്തണം എന്നുള്ളൊരു ഷൗക്ക് ഇവന്റെ ഉള്ളിൽ വരും. ഏത് പ്രകാരം നരകത്തിലുള്ള ആള് നരകത്തിൽ നിന്ന് പുറപ്പെടാൻ ആഗ്രഹിക്കുന്നത് പോലെ. അതാണ് അപ്പൊ ഉള്ളിലുള്ള ഒരു മനസ്സിലാവണല്ലോ. അല്ലാതെ നമുക്കൊക്കെ ചെറിയൊരു ഹുബ് തിരട്ടെ അള്ളഹാനോടുള്ള, ചെറുതൊന്നല്ല, വലുതായിട്ട് തന്നോട്ടെ. നമുക്ക് എന്താ നമുക്കൊരു രസമല്ലേ, അള്ളഹാനായിട്ടുള്ള ഹുബല്ലേ. ഷെയ്ഖ് അത്വാ റളിയല്ലാഹുവിനോട് ഒരാൾ ഷൗക്കിനെ സംബന്ധിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മഅ്ശൂഖിന്റെ സാമീപ്യത്തിന് ശേഷം അകൽച്ചയുണ്ടാകുമ്പോൾ അനുഭവപ്പെടുന്ന വേദനയാണ്. അതായത് പ്രേമഭാജനത്തിന്, താൻ ആരെ പ്രേമിക്കുന്നുവോ സ്നേഹിക്കുന്നുവോ ആ പ്രേമഭാജനത്തിന് സാമീപ്യത്തിന് ശേഷം സാമീപ്യം നഷ്ടപ്പെട്ടു. ആ സാമീപ്യം നഷ്ടപ്പെട്ടപ്പോൾ അതിനുശേഷം അകൽച്ച ഉണ്ടാവുമല്ലോ. സാമീപ്യം അവരടുത്തുനിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് അകൽച്ച ഉണ്ടാവുമല്ലോ. ആ അകൽച്ച ഉണ്ടാകുമ്പോൾ അനുഭവപ്പെടുന്ന വേദനക്കാണ് ഷൗഖി എന്ന് പറയുന്ന മൂപ്പര് പറയുന്നത്. ആമാശയം കരിയുകയും ഹൃദയം ആളിക്കത്തുകയും കരൾ നുറുങ്ങുകയും ചെയ്യുന്ന വേദന ഈ യഥാർത്ഥ ആശിക്കനുണ്ടാവും, യഥാർത്ഥ പ്രേമിക്കുണ്ടാവും. തന്റെ കാമുകൻ തന്നെ തൊട്ട് നീങ്ങുമ്പോൾ, തന്നെ തൊട്ട് അകന്നു പോകുമ്പോൾ അവർക്ക് മനസ്സിലുണ്ടാകുന്ന വേദന, അതിനാണ് ഷൗഖ് എന്ന് പറയുക. കാരണം അതിൽ വേദനയുണ്ടാവും, എന്നാൽ കാണാനുള്ള ഇനി വീണ്ടും അദ്ദേഹത്തിന്റെ സാമീപ്യം ലഭിക്കാനുള്ള അതിയായ ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ഷൗഖിലുള്ള ആള്, ഈ മഹാന് വീണ്ടും ഉയരും. ഇതിങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇഷ്തിയാഖിലേക്ക് എത്തും. ഇഷ്തിയാഖിന്റെ മർത്തബയിലേക്ക് ഇദ്ദേഹത്തെ എത്തും. അങ്ങനെ ഷൗഖ് വീണ്ടും ഉയർന്ന് ഇഷ്തിയാഖിലെത്തിയ പിന്നെ ഈ ആളത്തിനെ കാണാൻ പറ്റൂല. ഇഷ്തിയാഖിലെത്തിയ ആളെ സംബന്ധിച്ചിടത്തോളം മൂപ്പര് അനുഭവിക്കൂല. മൂപ്പരെ അനുഭവിക്കാതെ ആ ഹുബ് ആരോടാണോ ഉള്ളത് ആ ഹുബിലുള്ള ആ ആളെ അനുഭവിക്കാൻ തുടങ്ങും.
അതിൽ അങ്ങനെ തന്നെ ആയിരിക്കും. മൂപ്പർ അനുഭവിക്കാതെ അവർ അനുഭവിക്കുന്ന ഒരു അവസ്ഥ, അവരുടെ സിഫത്തുകൾ ഇതിൽ അവരുടെ വിശേഷങ്ങൾ വരാൻ തുടങ്ങും. ഏതുപോലെ ഇമ്രാൾ ലൈല മജൂനെ സംബന്ധിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, ചരിത്രം പറയാറുണ്ട് എന്ത്, മജ്നൂന് അന ലൈല ലൈല ലൈല. മജ്നൂന്റെ അടുത്ത് പോയിട്ട് ലൈല എവിടെയെന്ന് ചോദിച്ചപ്പോ മജ്നൂൻ എന്ത് ചെയ്ത് അന ലൈല ലൈല ലൈല, ഞാൻ തന്നെയാണ് ലൈല എന്നാലും പുറത്തു വന്നു. അനൽ ഹക്കിന്റെ ഇതിലേക്ക് വരുമെന്ന്. അത് ചില സന്ദർഭങ്ങളിൽ ഇഷ്തിയാഖില്, പക്ഷെ അത് പറയല് കുഫ്രായത് കാരണത്താൽ, അവരുടെ ഷെയ്ഖിന്റെ നിസ്ബത്ത് ഉണ്ടായത് കാരണത്താലും അള്ളാഹുവിന് ഫള് ഉണ്ടായത് കാരണത്താലും ഈ ആരിഫിൻ അള്ളാഹു തആല നിയന്ത്രിച്ചു കൊണ്ടുപോകും. വളരെ റയർ ചില ആൾക്കാരാണ് എന്തായിട്ടുള്ളൂ ജദിബിൽ ബന്ധം കൊണ്ട് അങ്ങനെയുടെ അവസ്ഥയിൽ മൻസൂർ അല്ലാജ് എന്നിവർ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഈ അവസ്ഥ ഉണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ അതിനെ ഉള്ളിൽ പൂർണ്ണമായിട്ട് അതിൽ ലയിച്ചവരായിരുന്നു. മനസ്സിലാവുണ്ടോ? അതായത് സഹവിലായിരുന്നു അത്. അങ്ങനെ എന്തുണ്ട്, ഈ ഷൗക്ക് മികച്ചൊരു ഇഷ്തിയാഖിന്റെ അവസ്ഥയിലേക്ക് എത്തും. ഇഷ്തിയാഖിന്റെ അവസ്ഥ മികച്ച് അതിൽ നിന്ന് വീണ്ടും യാത്രയാവും ആയിട്ടാണ് ഖുർബിലേക്ക് എത്തുന്നത്, ഹഖ് തആലാന്റെ ഖുർബിലേക്ക് എത്തുന്നത്. അപ്പൊ ഖുർബിലുള്ള ജ്ഞാനിക്ക്, അള്ളാഹുവിന്റെ ഖുർബ് കിട്ടിയ ആൾക്ക് ഇതെല്ലാം ഉണ്ടാകും, ഈ അവസ്ഥകളെല്ലാം ഉണ്ടാകും. മനസ്സിലാവുണ്ടോ? ഈ റൂട്ടിലൂടെ വരുന്ന ആളുകൾക്ക് ഈ അവസ്ഥകളെല്ലാം ഉണ്ടാകും. എന്നാൽ ഈ റൂട്ടിലല്ലാതെയുള്ള സഞ്ചാരം നേരത്തെ പറഞ്ഞു, അവർക്ക് ഈ അവസ്ഥകളെല്ലാം മറ്റൊരു ശൈലിയിലായിരിക്കും ഉണ്ടാവുക എന്ന് മാത്രം. അങ്ങനെയാണ് ഈ പദവികള് മഹാന്മാര് പറഞ്ഞിട്ടുള്ളത്. മഹബത്തിലൂടെ ഇഷ്കിലേക്കും ഷൗക്കിലേക്കും, ഷൗക്കിൽ നിന്ന് ഇഷ്തിയാഖിലേക്കും, ഇഷ്തിയാഖിൽ നിന്ന് ഖുർബിലേക്കും എത്തുന്നു. ഇവിടെ പറയുന്ന അല്ലാഹു തആല പ്രത്യേകം മനസ്സിലാക്കേണ്ട, ഇവിടെ പറയുന്ന അല്ലാഹു തആല അവന്റെ ഔദാര്യമായിട്ട് അവൻ ഹുബ്ബിന്റെ അഹ്ലുകാരാക്കുന്നു, അവരിലേക്ക് വേണ്ടി തനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് മുന്നേ അത്യാവശ്യമായിട്ടുള്ള മഅരിഫത്ത് ഈ മഹാന് ലഭിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ ആളെയാണ് അല്ലാഹു തആല എന്ത് ചെയ്യണ്, ഫദ്ല് ചെയ്യുന്നത്. അല്ലാതെ അല്ലാഹു തആല ഒരു കാമിലായ ശൈഖിൽ നിന്നും ഒരു മുറബിയായ ശൈഖിൽ നിന്നും മഅരിഫത്ത് കരസ്ഥമാക്കാതെ ഈ ഹുബ്ബ് നേരിട്ടിട്ട് ഇങ്ങനെ കുറെ ഇബാദത്തിലൂടെ കിട്ടും എന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ വ്യാമോഹിക്കണം, വെറുതെ സമയം കളയണ്ട. അങ്ങനെയൊന്നും കിട്ടൂല. അത് അല്ലാഹു തആല എല്ലാത്തിനും ഇതിലെ എന്താ പറയുക, കീഴ്വഴക്കം വെച്ചിട്ടുണ്ട്. ആ കീഴ്വഴക്കത്തിലൂടെയാണ് ഇന്നേ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവസ്ഥകളൊക്കെ നൽകിയ മഹാന്മാരുടെ ചരിത്രങ്ങൾ എടുത്ത് നോക്കണോ എല്ലാവർക്കും ഒരു ശൈഖ് ഉണ്ടാവും. മനസ്സിലാവുണ്ട? അപ്പൊ അതിൽ പല വിധത്തിലും മുന്നേറുന്നവരുണ്ടാവും, മുഹിബ്ബുകൾ ഉണ്ടാവും, മഹബൂബീങ്ങൾ ഉണ്ടാവും, മനസ്സിലാവുന്ന മുഖറബീങ്ങളുണ്ടാവും, പല വിധത്തിലുള്ള മഹാന്മാരും ഉണ്ടാവും. അപ്പൊ ഓരോരുത്തർക്കും അല്ലാഹു തആല പലരെയും പല വിധത്തിൽ എന്ത് ചെയ്യുന്നു, ഈ വഴിയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് മാത്രം. ലനഹ്ദിയന്നഹും സുബുലന വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലന എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആരെങ്കിലും എന്റെ ദാത്തിൽ, എന്റെ കാര്യത്തിൽ ഒരാൾ അധ്വാനിക്കുകയാണെങ്കിൽ, അതിൽ പരിശ്രമിക്കുകയാണെങ്കിൽ, ലനഹ്ദിയന്നഹും സുബുലന, നാം അവരെ പല വഴികളിലൂടെ നാം അവർക്ക് ഹിദായത്ത് നൽകും. മനസ്സിലാവുണ്ടോ? നാം അവർക്ക് സന്മാർഗം കാണിക്കും എന്ന് പറഞ്ഞ പോലെ. അങ്ങനെയാണ് അല്ലാഹു തആല ഔദാര്യമായിട്ട് ചില മഹാന്മാരായ മശായിഖന്മാര് ഇവിടെ ഈ പറഞ്ഞ ഇഷ്തിയാഖിന് ഖുർബ് എന്ന് പറയുകയും ഇവിടെ ഈ പറഞ്ഞ ഖുർബിന് വസ്ല് എന്നും പറയാറുണ്ട് ഇസ്തിലാഹിൽ. മഹാന്മാരുടെ ഇസ്തിലാഹാത്തുകൾ പലരും പല വിധത്തിലും ഇതിനൊക്കെ വിവരിച്ചിട്ടുണ്ട്. പലരും ഇതിനെ പല വിധത്തിലാണ് ഇതിന് വിവരിച്ചിട്ടുള്ളത്. മനസ്സിലാവുണ്ടോ? ചിലർ ചിലതിനെ ചിലത് പറയുന്നു, ചിലതിനെ ചിലത് പറയുന്നു എന്ന് മാത്രം. സംഭവമൊക്കെ ഒന്ന് തന്നെയാണ്. എല്ലാ മഹാന്മാരും പറഞ്ഞത് അഹ്വാലുകൾ അവർ വിവരിക്കുമ്പോൾ അതിന് ഓരോന്നിന് അവര് എന്താ പറയാ മനസ്സിലാക്കിയിട്ടുള്ള വീക്ഷണപ്രകാരം അവരതിന് പേര് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ചില ആളുകൾ ഷൗഖിന് ശേഷം ഹുബ്ബ് വന്നു, ഹുബിന് ശേഷം മാരിഫത്ത് ഹുബ്ബ്, ഇങ്ങനെയാണ് എന്റെ രീതി. മാരിഫത്ത് ഹുബ്ബ്, ഹുബ്ബ് ഷൗഖ്, ഷൗഖിന് ശേഷം ഉണ്ടാവുന്ന ഷൗഖിനോട് കൂടെ ഉണ്ടാവുന്ന അവസ്ഥകളാണ് എന്ത്, സക്റ്, മഹവ്, സ്വഹവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ സക്റ് ഈ മഹവൊക്കെ വന്നും കൊണ്ട് അത് തിരിച്ചു പോകുമ്പോൾ ഈ ആരിഫിനുണ്ടാവുന്ന ഈ പ്രേമത്തിന്റെ ലഹരി തിരിച്ചു പോകുമ്പോൾ ആരിഫിനുണ്ടാവുന്നതായിട്ടുള്ള അവസ്ഥ, അതാണ് സ്വഹവ് എന്ന് പറയുന്നത്. അതായത് ശരിയായ നിലക്ക് അയാൾ ഈ മഹാനായ മനുഷ്യൻ എന്താണ് പറയാ കോൺഷ്യസ് മൈൻഡിലേക്ക് വരും, ബോധ മനസ്സിലേക്ക് വരുന്ന അവസ്ഥക്കാണ് സ്വഹവ് എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ?
അൺകോൺഷ്യസ് മൈൻഡിൽ ഉപബോധ മനസ്സിൽ അല്ലെങ്കിൽ ഈ ബോധത്തിൽ വരാത്തതായ അവസ്ഥ ഉണ്ടാവും. സക്രിന്റെയും ഈ മസ്ത് ലഹരിയുടെ അവസ്ഥ. ഈ മസ്ത്, ഈ ലഹരി, ഈ സക്രി എന്നൊക്കെ പറയുന്ന മസ്ത് എന്നൊക്കെ പറയുന്ന അവസ്ഥകളൊക്കെ ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ രണ്ടാമത് നമ്മൾ പറഞ്ഞില്ല ഹുബ്, ആ ഹുബുള്ളവർക്ക് ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന ഹുബ്, അതായത് ഒരു ഫിക്റൊന്നും കൂടാതെ തഅല്ലുഖും ബി സിഫാത്തില്ല എന്ന് പറഞ്ഞ ഹുബല്ലേ പറയുന്നത്. അത് അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ ആലോചിച്ച് ഫിക്ർ ചെയ്തിട്ടുണ്ട്. അലിമിന്റെ ഇസ്തിഹ്ലാറിൽ മുഴുകിയിട്ടും അദ്ദേഹത്തിന് അള്ളാഹിനോട് ഉണ്ടാകുന്ന ഒരു ഹുബ്, അത് ഇദ്ദേഹത്തെ പരിശ്രമ ഫലമായിട്ട് അള്ളാഹു താല നൽകുന്നതാണ്. ഈ പരിശ്രമവും അവരുടെ ഷെയ്ഖിന്റെ നിസ്ബത്തിലൂടെ അള്ളാഹു നൽകിയ സദഖ, അള്ളാഹ് മുസ്തഫ നബിയിലൂടെ വന്ന സദഖ തന്നെയാണ്. എന്നാൽ രണ്ടാമത് നമ്മൾ പറഞ്ഞല്ലോ അള്ളാന്റെ ദാത്തിനോട് ബന്ധപ്പെട്ടിട്ട് അതിനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു മഹബത്ത്, ഒരു ഹുബ് വരാനുണ്ട്. അതാണ് ഇഷ്കായിട്ട് പരിണമിക്കുന്നത്. അത് അള്ളാഹു താല അവരുടെ ഔദാര്യമായിട്ട് ചിലരുടെ തെരഞ്ഞെടുത്തുകൊണ്ട് അതിന് ഫിക്ർ ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. അതിന് മാരിഫത്തുണ്ട് ഈ ഇദ്ദേഹത്തിന് എന്നല്ലാതെ വേറെ ഒന്നുമില്ല. അള്ളാഹ് ഔദാര്യമായിട്ട് അതിന് തനിക്ക് വേണ്ടിയിട്ട് തനിപ്പിക്കാൻ തെരഞ്ഞെടുക്കുന്ന എന്താ പറയാ ആ ഖവാസിങ്ങളിലേക്ക് ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്തു എന്ന് മാത്രം മനസ്സിലാവണ്ട. അപ്പൊ അള്ളാന്റെ ഔദാര്യമായിട്ടാണ് അവർക്ക് ആ ഹുബ് വരുന്നത്. നേരത്തെ പറഞ്ഞ ആദ്യത്തെ സിഫാത്തില്ല എന്ന് പറഞ്ഞ അങ്ങനെ അള്ളാഹിനോട് ഹുബ് വന്ന ആൾക്കും പിന്നീട് പതുക്കെ അള്ളാഹു ഉദ്ദേശിക്കാണ് അവരുടെ ഷെയ്ഖുമാരുടെ ദുആ കാരണത്താലും മറ്റും അള്ളാഹു ഷെയ്ഖുമാരുടെ തസറുഫ് കാരണത്താലും അള്ളാഹു താല ഇറാദത്ത് ചെയ്യുകയാണെങ്കിൽ അവർ വീണ്ടും എന്ത് ചെയ്യുന്നു, ഈ എന്താ പറയാ ഈ ഇഷ്കിലേക്ക് അവർക്ക് അള്ളാഹു താല അവരുടെ ഉദ്ദേശമെങ്കിൽ അള്ളാഹു താല നൽകാൻ മതിയായവനാണ്. അള്ളാഹു താലാന്റെ ഔദാര്യമാണ് ഇതിന് മെയിൻ ആയിട്ടുള്ളത്. അങ്ങനെ അള്ളാഹിന്റെ ദാത്തിനോട് ബന്ധപ്പെട്ട് വരുന്ന അള്ളാഹ് ഔദാര്യമായി നൽകുന്ന ഈ മഹബത്തിൽ ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അവിടെയാണ് സക്ർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ മസ്തും ഈ ലഹരിയൊക്കെ ഉണ്ടാവല് ഇങ്ങനത്തെ ഒരുക്കാൻ ഉണ്ടാവുക പൊതുവെ. അതായത് താങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള ഈ എന്താ പറയാ അതിര് കവിഴിഞ്ഞതായ ഹുബിന്റെ അഗ്നി ഉള്ളിൽ കത്തൽ ഇങ്ങനത്തെ ആളുകളിലേക്കാണ് മനസ്സിലാവുണ്ടാവും. അങ്ങനെ വരുന്ന അവസ്ഥകളാണ് ഈ പറയുന്നതൊക്കെ. അങ്ങനെ വന്ന് ഇഷ്തിയാഖ്, പിന്നെ ഖുർബ്. അങ്ങനെയാണ് ഈ അവാരിഫുൽ മആരിഫ് പോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഇമാം സുഹ്റവർദി റഹ്മത്തുള്ളാഹിനെ പോലത്തെ വിവരിക്കുന്ന അങ്ങനെ. എന്നാൽ പല മശായഖന്മാരും, ചിശ്തി മശായഖന്മാര്, അതുപോലെ തന്നെ ഖാദിരിയത്തിന്റെ മശായഖന്മാര് ഇവിടെ ഇഷ്തിയാഖിന് എന്ത് പറയുന്നു, ഖുർബ് എന്ന് പറയുന്നു. ഖുർബിന്റെ തലത്തിന് അവർ വസൂലി എന്ന് പറയുന്നു. വ്യത്യാസം. വസൂല് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായി, ശാന്തായി ഒന്നു. അത് എന്താ പറയാ എല്ലാറ്റിനെയും അഹ്വാലിനെയും എല്ലാറ്റിനെയും നിയന്ത്രിക്കാൻ പറ്റുന്നതായ ഒരു അവസ്ഥയാണ് വസൂല്. പക്ഷെ ആ വസൂലിലെത്തുന്ന ആള് അദ്ദേഹം അവിടെ എന്താവുന്നു, അനക്കമടങ്ങുന്നു, ശാന്തത വരുന്നു. ആ ശാന്തത ഒരു വസൂലിലാവുമ്പോൾ ഇദ്ദേഹത്തിന് എന്ത് വരില്ല, വസൂലിലാവുന്ന സന്ദർഭത്തില് ഇദ്ദേഹത്തിന് ശാന്തതയായിരിക്കും ഉണ്ടാവുക, അതേ ശാന്തമായിരിക്കും. എന്നാൽ ഇദ്ദേഹം തന്നെ വീണ്ടും നുസൂല് സ്വീകരിച്ച് ഖുർബിലേക്ക് വന്നാൽ, വീണ്ടും നുസൂല് സ്വീകരിച്ച് ഇഷ്തിയാഖിലേക്ക് വന്നാൽ, ഷൗഖിലേക്ക് വന്നാൽ ഒക്കെ എന്താവാം, ഈ അവസ്ഥാന്തരങ്ങളെല്ലാം ഉണ്ടാകാം. ഏത് ഈ പറഞ്ഞതായ സക്റും, ഈ പറഞ്ഞതായ ആനന്ദവും, ഈ പറഞ്ഞതായ ഷൗഖും, ഈ അവസ്ഥകളൊക്കെ ആർക്കുണ്ടാവാം, ഈ ആൾക്ക് തന്നെ ഉണ്ടാവാം. വസൂലിലേക്ക് എത്തിയ കാമിലിന് തന്നെ ഇതുണ്ടാവാം. കാമിലായ ഉന്നതമായ തലത്തിലെത്തിയ മഹാന്മാർക്ക് തന്നെ ഈ അവസ്ഥകളൊക്കെ നുസൂലിലുണ്ടാവും. മനസ്സിലാവുണ്ട? ആ ടൈമില് അവര് ആ സന്ദർഭത്തില്, സക്റിന്റെ സന്ദർഭത്തില്, അല്ലെങ്കിൽ മഹബിന്റെ സന്ദർഭത്തില്, അല്ലെങ്കിൽ ഫനാഇന്റെ സന്ദർഭത്തില് അവരിൽ നിന്നും എന്ത് വരും, ഷത്ഹാത്തുകൾ വരും. ഷത്ഹി എന്നാണ് ഇതിന് പറയാ. മഹാന്മാരെ ഔസുൽ ആലം റളിയല്ലാഹു അൻഹു, മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അതുപോലെ തന്നെ ബാബ ഫരീദുൻ ഗഞ്ച ശക്കർ റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ ദാവൂദ് ത്വാഇ റഹ്മത്തുള്ളാഹി അലൈഹി, ബായസുൽ ബിസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി, ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി, മൻസൂർ ഹല്ലാജ് റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള മഹാന്മാരിൽ നിന്നെല്ലാം ഈ ഷത്ഹാത്തുകൾ വന്നിട്ടുണ്ട്, ഷത്ഹ വന്നിട്ടുണ്ട്. അതായത് അവർക്കൊക്കെ ഈ വജിദും ഈ അതുപോലെ തന്നെ ഈ തവാജുദും ഇതെല്ലാം അവർക്ക് ആ മഹാന്മാർക്കും ഉണ്ടായിട്ടുണ്ട്, ജദുബും കാര്യങ്ങളൊക്കെ. പക്ഷെ അവർക്ക് എന്തുണ്ടാവും, കുറഞ്ഞ നേരത്തിനുള്ള ഇതേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ ഉടനെ തന്നെ അവർ വസൂലിലേക്ക് മടങ്ങും, അവർ ഉന്നതമായ മഖാമിലേക്ക് മടങ്ങും. അവർ നുസൂലിൽ വരുമ്പോൾ ഇതെല്ലാം ഉണ്ടാകും. അല്ലാതെ ഉറൂജിന്റെ രംഗത്തല്ല ഇതുണ്ടാവുന്നത്. ഉറൂജ് എന്ന് പറയുന്നത് എന്താണ്, സ്വഹവിൽ വന്നുകൊണ്ട് വസൂലിലായിക്കൊണ്ടിരിക്കുന്ന പൂർണ്ണമായിട്ട് ഉള്ളില് ഈ പ്രേമത്തിന്റെ അഗ്നി കത്തുകയും
എന്നാൽ ബാഹ്യമായിട്ട് അവർക്ക് എല്ലാ രംഗത്തും എല്ലാവിധമായിട്ടുള്ള അസ്ബാബ് ആദിയായ അസ്ബാബുകളുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കുന്ന അവസ്ഥകളുമാണ്. അതാണ് 99% നേരത്തും ഈ ഉന്നതന്മാരായ കാമില്യങ്ങൾക്ക് ഉണ്ടാവുക. മനസ്സിലാവുണ്ടോ? അതേ സ്ഥാനത്ത് അവര് കുറഞ്ഞ നേരത്ത് എന്ത് ചെയ്യും, ഇതിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം അവർ ഈ ഹുബ് എന്ന് പറയുന്ന സാധനം, ഈ ഇഷ്ക് പ്രേമം എന്ന് പറയുന്ന സാധനം അങ്ങനത്തെ ഒരു സംഭവമാണ്. കാരണം എന്താ, അള്ളാഹു താല ചിലപ്പോ അവർക്ക് അള്ളാഹ്ക്ക് അവരൊന്ന് തനിപ്പിക്കണം എന്ന് തോന്നും. ചിലപ്പോ ഒന്ന് ആ നിലക്ക് അള്ളാഹു താലക്ക് തനിപ്പിക്കണം എന്ന് തോന്നുമ്പോൾ സൃഷ്ടികളിൽ നിന്നും അവരെങ്ങോട്ട് മാറ്റിയിട്ട് എന്ത് ചെയ്യും, സൃഷ്ടാവില് അള്ളാഹു താല തന്നിലേക്ക് തനിപ്പിക്കും. അപ്പൊ അവർക്ക് പ്രത്യേകമായ ലഹരിയും ആണെന്നും ഒക്കെ അതിൽ മുഴുകാൻ തന്നെ അവർക്ക് തോന്നുള്ളൂ. അവരങ്ങനെ ഇരിക്കും. മനസ്സിലാവണ്ട? പിന്നെ ഈ മനുഷ്യകുലത്തിനെ ശ്രേഷ്ഠമായിട്ട് ഖലീഫയായി നിശ്ചയിച്ചു എന്ന ഉന്നതമായ പദവിയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അവരെ മടക്കും. അത് വീണ്ടും മടക്കുകയാണ്. അത് ഉന്നതമായ പദവിയാണ്. ബഖാഇന്റെ ഉന്നതമായ സഹവിന്റെ ഉന്നതമായ അവസ്ഥയാണ്. അത് സൃഷ്ടികളിലേക്ക് വേണ്ടിയിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഖാദിമായിക്കൊണ്ട്, പ്രവാചകരുടെ ഒരു ഖാദിമായിക്കൊണ്ട് അള്ളാഹിന്റെ അടിമകൾ അള്ളാഹുവിലേക്ക് എത്തിപ്പിക്കുക, അള്ളാഹിന്റെ അടിമകളെ അള്ളാഹുവിന്റെ ഖുർബിലേക്കും വസൂലിലേക്കും എത്തിക്കുക. അത് ഉന്നതമായ പദവി. മറ്റേ സ്വയം അനുഭവിക്കുന്ന അവസ്ഥയാണ്. അതിലേക്ക് വീണ്ടും എന്ത് ചെയ്യണം, അള്ളാഹു തആല ഉയർത്താണ്. എന്നാൽ നമ്മൾ ചില ആൾക്കാർ കാര്യങ്ങൾ മനസ്സിലാക്കാതെ എന്ത് മനസ്സിലാക്കും, ഈ വസൂലിന്റെ ഉന്നതമായിട്ടുള്ള അതുപോലെ തന്നെ എന്താ പറയാ സഹവിന്റെ അവസ്ഥകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കും അത് ചെറിയ പദവിയാണ് എന്ന് മനസ്സിലാക്കും. മനസ്സിലാവുണ്ട? എന്നിട്ട് ഇഷ്തിയാഖിന്റെയും ഷൗഖിന്റെയും സക്കറിന്റെ ഒക്കെ അവസ്ഥക്ക് ഉന്നതമായ പദവിയായിട്ട് ജനങ്ങൾ മനസ്സിലാക്കുക. കാരണം ജനങ്ങൾക്ക് അത് കാണാൻ പറ്റുള്ളൂ. മറ്റത് ജനങ്ങൾക്ക് കാണാത്ത അവസ്ഥയാണ്. അവർ വസൂലിലാണെങ്കിലും ജനങ്ങൾ അറിയുന്നില്ല അവർ വസൂലിലായത്. മനസ്സിലാണ്? വസൂലിലാവുമ്പോ ഫർക്ക് ഉണ്ടാവുമ്പോഴാണ് എന്തുണ്ടാവുള്ളൂ, രുചി ഉണ്ടാവുള്ളൂ. രണ്ടുണ്ടാവുമ്പോഴാണ്, ഞാനും നീയും ഉണ്ടാവുമ്പോഴാണ് രുചി അനുഭവിക്കാൻ ഒരാൾ ഇവിടെ വേണ്ടേ. അപ്പോഴാണ് എന്തുണ്ടാവുള്ളൂ, രുചി ആനന്ദമൊക്കെ ഉണ്ടാവണമെങ്കിൽ ഫർക്ക് വരണം. ജമ്മിലൊന്നും എന്തുണ്ടാവില്ല, ഈ ആനന്ദം കിട്ടിക്കൊള്ളുന്നൊന്നുമില്ല. അവർ ആനന്ദത്തിന്റെ അവസ്ഥയിലല്ല. ഹഖ് തആലാന്റെ ഒരു കണ്ണാടിയായിട്ട് അവരെ സ്വന്തത്തെ അനുഭവിക്കാതെ ഇവരിലൂടെ ഹഖ് തആല ഇവരൊരു പ്രതിനിധി മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ തന്നിലേക്ക് അടുപ്പിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ആ അവസ്ഥയിൽ ഉണ്ടാവുക. മുത്തുനബിയുടെ എന്താ പറയാ, ഇവര് മുത്തുനബിയുടെ കണ്ണാടിയായിട്ടുണ്ടാവും. മുത്തുനബിയെ അള്ളാഹിനെ കാണിക്കുന്ന കണ്ണാടിയായി എന്താ പറയാ ഹഖീഖത്ത് മുഹമ്മദിയും, അതുപോലെ തന്നെ ആ ഹഖീഖത്ത് മുഹമ്മദിയെ കാണിക്കുന്ന മുത്തുനബിയെ കാണിക്കുന്ന കണ്ണാടിയായിക്കൊണ്ട് ഇവരും നിലകൊള്ളുന്ന ഒരു അവസ്ഥയാണിത്. അള്ളാഹു താല സത്യം മനസ്സിലാക്കി തരട്ടെ, നമുക്കത് ശരിയാമണ്ണത്തിൽ മനസ്സിലാക്കി മുന്നേറാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല ഇത് അള്ളാഹു താല പറഞ്ഞ മോമിനികളൊക്കെ ഉണ്ടാവണം എന്നാ അള്ളാഹ് പറയുന്നത്. വിശ്വാസിയാണോ ഈ ലഹരി ഉണ്ടാവണം, അവരുടെ ഉള്ളിലെങ്കിലും അത് കത്തണം, ഉള്ളിലെങ്കിലും ഈ പ്രകാശം കത്തണം. അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാതാവട്ടെ, ഉള്ളിലെങ്കിലും ഈ ആൾക്ക് എന്ത് ചെയ്യണം, ഇത് കത്തണം. ഈ അവസ്ഥ മനസ്സിലാവുന്ന, നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന്, ഇദ്ദേഹത്തിന് ലഹരി ഇല്ലാത്ത അവസ്ഥ. നേരത്തെ പറഞ്ഞ ആദ്യത്തെ ഈ യതഅല്ലഖു ബി സിഫാത്തിൽ, അല്ലാഹുവിന്റെ സിഫാത്ത് കൊണ്ട് മുതഅല്ലഖായിട്ട് വന്ന പ്രേമം, അത് അദ്ദേഹത്തിന് നിയന്ത്രിക്കാം. അദ്ദേഹത്തിന് നിയന്ത്രണത്തിലാണ് അദ്ദേഹം പൊതുവേ ഉള്ളത്. അങ്ങനെ അള്ളാഹ് നൽകിയ ഒരു ഹുബ്ബാണ് അള്ളാഹിനോടുള്ളത്. പിന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉന്നതമായ തലത്തിലെത്തിക്കൊണ്ട്, അതായത് ഇവർക്ക് സക്റും മഹവും ഫനാവും എല്ലാം വന്ന് ഇതിന്റെ ലഹരിയിലൊക്കെ വന്ന് എന്താ പറയാ വജുദും തവാജുദും ഒക്കെ വന്ന് അതിനുശേഷം സഹവിലേക്ക് മടങ്ങി, അതിനുശേഷം എന്താ പറയാ അല്ലാഹു തആല വീണ്ടും സൃഷ്ടികൾക്ക് ഖിദ്മത്തിന് വേണ്ടിയിട്ട് ഇവരെ അയക്കുന്ന ഒരു അവസ്ഥ. അവർ ഉന്നതമായ അവസ്ഥയിലാണ്, അവർക്കത് നിയന്ത്രിക്കാൻ പറ്റും. മറ്റവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ ആദ്യേ ഇല്ല. അത് അവർക്ക് കൈകാര്യം ചെയ്യുന്ന വിഷയമുള്ള ഹുബ്. ഇത് ഉന്നതമായ അഗ്നി ഉള്ളിൽ വന്നിട്ട് അത് നിയന്ത്രിക്കാൻ പറ്റുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ, അഹ്വാലിനെ കീഴടക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഉന്നതന്മാരുള്ള അവസ്ഥയാണ്. മനസ്സിലാവും? അതുപോലെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ ഇഷ്കിന്റെ ഈ അഗ്നി നിയന്ത്രിക്കാൻ പറ്റാത്ത സക്റ്, മഹവ് പോലെയുള്ള, അതുപോലെ തന്നെ ഷൗക്ക് പോലെയുള്ള ഉന്നതമായ അവസ്ഥയിലേക്ക് വരിക, ജദ്ബ് വജിദ് പോലെയുള്ള അവസ്ഥയിലേക്ക് വരിക എന്നുള്ളതും ഉന്നതന്മാരുടെ അവസ്ഥ തന്നെയാണ്. മനസ്സിലാവുണ്ട? അതും മറ്റവരെക്കാൾ ഉന്നതന്മാർ തന്നെയാണ് ഇവർ.
എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ അല്ലദീന ആമനു അശദ്ദു ഹുബ്ബല്ല, വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹിനോട് വല്ലാത്ത സ്നേഹം ഉണ്ടാവും, അതിയായ സ്നേഹം ഉണ്ടാവും, കഠിനമായ സ്നേഹം ഉണ്ടാവും എന്ന് പറഞ്ഞെങ്കിൽ അത് ഉണ്ടാവണം. അത് ഉന്നതന്മാരായവരുടെ അവസ്ഥ തന്നെയാണ് ഞാൻ പറയുന്നത്. കഠിനമായ സ്നേഹം ഉണ്ടാവും, ഉന്നതന്മാരായ അവസ്ഥ തന്നെയാണെന്ന് പറയും മുത്തുനബി. ഞാൻ പറഞ്ഞില്ലേ, മുത്തുനബിയുടെ നോട്ടത്തിലൂടെ സഹാബാക്കൾക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ചരിത്രം എടുത്ത് നോക്കാം. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഈ മക്കത്ത് ഇങ്ങനെ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്റെ അനുജനാണ് ആദ്യം വിട്ടത്. അനുജൻ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വിട്ടു. അനുജൻ വന്നു, കണ്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലതും കേട്ടു. അദ്ദേഹം തിരിച്ചുപോയി. എന്നിട്ട് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അടുക്കൽ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് തൃപ്തി വന്നില്ല. അദ്ദേഹം വീണ്ടും എന്ത് ചെയ്ത്, സ്വന്തമായിട്ട് അത് അന്വേഷിക്കണം എന്നുള്ള നിലക്ക് അദ്ദേഹം ഇറങ്ങി. അദ്ദേഹം അങ്ങനെ വന്നപ്പോ ആരോടെങ്കിലും ചോദിക്കാൻ പേടിയാണ്. കാരണം അന്ന് ശരിക്കും പറഞ്ഞ തുടക്കകാലാണ്. മുത്തുനബിയെ സ്വീകരിക്കാൻ വേണ്ടി, ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി ആരെങ്കിലും വന്നു പറഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് വേണ്ടി വധിച്ചു കളയും. അങ്ങനത്തെ കാലമാണ്. അങ്ങനത്തെ സന്ദർഭത്തിൽ മൂപ്പര് നേരെ പോയിട്ട് ഹറമിലേക്ക് പോയിട്ട് അവിടെ ദുആ ചെയ്ത് അവിടെ കഴിഞ്ഞുകൂടി. അപ്പോ അലി റളിയല്ലാഹു അൻഹു വൈകുന്നേരം ആയപ്പോൾ ആ വൈക്ക് വന്നപ്പോൾ ഇദ്ദേഹത്തെ കണ്ടു. അപ്പൊ അവർക്ക് അലി റളിയല്ലാഹു അൻഹു കുടുംബത്തിന് ഖുറൈശികൾക്ക് ഒരു സ്വഭാവമുണ്ട്. ഹറമിൽ വന്ന ആളുകൾ അവർ 3 ദിവസം എന്താവും അതിഥികളായി സ്വീകരിക്കും. അപ്പം വിശേഷങ്ങളും ചോദിക്കാതെ തന്നെ അതിഥികളായി സ്വീകരിക്കും. ഇദ്ദേഹം ഇങ്ങനെ ഒരു വിദേശത്തു നിന്ന് ഒരാളെ കണ്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, ചോദിക്കാൻ നിന്നില്ല. വരി, നിങ്ങള് വിദേശത്തു നിന്ന് വന്നതാണല്ലോ, വരി നമ്മളവിടെ നിന്ന് കൂടാന്ന് പറഞ്ഞ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സൽക്കരിച്ചു. അലി റളിയല്ലാഹു അൻഹു അങ്ങോട്ടും ചോദിച്ചില്ല. ഇദ്ദേഹം ഇത് പ്രവാചകർ വിശ്വസിക്കാത്ത ശത്രുക്കളുടെ ആളാണോ എന്നുള്ള പേടി കാരണത്താൽ ഇദ്ദേഹത്തിനും അത് പറയാൻ വേണ്ടിയിട്ട് ഭയായി. ഇദ്ദേഹം മുണ്ടില്ല. വീണ്ടും അന്നത്തെ ദിവസം രാവിലെ പകലായപ്പോൾ അദ്ദേഹം വീണ്ടും എന്ത് ചെയ്ത്, കഅബത്തിലേക്ക് പോയി, ഹറമിലേക്ക് പോയി, അവിടെ കൂടി. വൈകുന്നേരം ആയപ്പോൾ വീണ്ടും അലി റളിയല്ലാഹു അൻഹു വരുമ്പോൾ ഇദ്ദേഹം പോയിട്ടില്ല, വീണ്ടും വിളിച്ചു. അങ്ങനെ 3 ദിവസമാണ് സൽക്കാരം. 3 ദിവസം സൽക്കരിച്ചു. 3ാമത്തെ ദിവസം അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളെ ആഗമന ഉദ്ദേശം എന്താണ്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഉള്ളതുപോലെ സത്യം പോലെ പറയണം എന്ന് കരാറ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഇവിടെ ഒരു മക്കയിൽ ഒരു പ്രവാചകൻ എന്ന് അദ്ദേഹം കേട്ടിട്ടുണ്ട്, അദ്ദേഹം സത്യമാണോ അസത്യനാണെന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തെ എനിക്ക് അറിയണമെന്ന് പരിചയപ്പെടുന്നു, ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി വന്നതാണ്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാ, നിങ്ങൾ വന്ന ആള് പ്രശ്നക്കാരനല്ല, അദ്ദേഹത്തിന്റെ ആള് തന്നെയാണ്, നിങ്ങൾ ഭാഗ്യവാനാണ്, അൽഹംദുലില്ലാ, അല്ലാഹുവിന് സ്തുതി. അപ്പോൾ അദ്ദേഹം സത്യപ്രവാചകൻ തന്നെയാണ്, നമുക്ക് പോവാം, നമുക്ക് നാളെ കാലത്ത് നേരം വെളുത്തതിന് ശേഷം നമുക്ക് പോവാം എന്ന് പറഞ്ഞു. പക്ഷെ പോകുമ്പോൾ ഒരു നിബന്ധന ഉണ്ട്. നമ്മൾ പോകുന്ന ടൈമിൽ നിങ്ങളെ അപായപ്പെടുത്തും, അപകടപ്പെടുത്തുമെന്ന് തോന്നുന്ന ആരെങ്കിലും കണ്ടാലും ഞാനിങ്ങനെ മൂത്രമൊഴിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ചെരുപ്പ് നന്നാക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ നിങ്ങളറിയാത്തമാർ, എന്നെ യാതൊരു ബന്ധമില്ലാത്തമാർ, നിങ്ങൾ അങ്ങോട്ട് നടന്നു പോകണം, പിന്നെ എന്റെ ബേക്കിൽ വൈത്താല കൂടി നിൽക്കരുത് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ നിബന്ധനയിൽ ഇവർ പോയി. അങ്ങനെ പോയി ചുരുക്കം പറഞ്ഞ അള്ളാന്റെ റസൂലിന്റെ അടുക്കലെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന് സംതൃപ്തിയായി. അദ്ദേഹം പരിശുദ്ധ കലിമ ചൊല്ലി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, പരിശുദ്ധ കലിമ ചൊല്ലി അദ്ദേഹം പോകുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോനെ അബൂദർ, നിങ്ങൾ ഒരിക്കലും ഇത് പരസ്യപ്പെടുത്തരുത്, കാരണം ഇവിടെ കുറെ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ പരസ്യപ്പെടുത്തരുത്, നിങ്ങൾ നാട്ടിലേക്ക് മിണ്ടാതെ പോയിക്കൊള്ളണം. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് വിജയം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കും, അപ്പൊ നിങ്ങൾ വന്നാൽ മതി. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു എന്റെ ജീവനാരുടെ കയ്യിലാണോ, അള്ളാഹുവിനെ തന്നെ സത്യം, അള്ളാഹിന്റെ റസൂലേ, ഇത് ഞാൻ ആളുകളുടെ മുന്നിൽ ഇത് ഞാൻ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പോയി. അതാണ് പറയുന്നത് ഹബ്ബ്. കാരണം അള്ളാഹിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്തു, അള്ളാഹിന്റെ റസൂലിനോട് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചോടുകൂടി അവരുടെ 2 നോട്ടങ്ങളും തമ്മിൽ ഇടഞ്ഞു. 2 നോട്ടങ്ങൾ, മുത്തുനബിയുടെ നോട്ടം അവരിലേക്കും അവർ ഈമാനോടും മുത്തുനബിയിലും വന്നതോടുകൂടി അള്ളാഹു തആല അള്ളാഹുവിനോടുള്ള ഹുബ്ബ് ഉള്ളിലാണ് ആളി കത്തിച്ചു. പിന്നെ ശത്രു വിഷയമല്ല അവർക്ക്. അവർ പിന്നെ ആവേശത്തിൽ പ്രഖ്യാപിക്കാൻ തയ്യാറാണ്. കഅബ ഷരീഫിൽ പോയിട്ട് അവരോട് പ്രഖ്യാപിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ശത്രുക്കാണ്ട് കൂടി അങ്ങോട്ട് അടിച്ച് ശരിയാക്കാൻ തുടങ്ങി. അങ്ങനെ വല്ലാത്ത അക്രമം, കൊല്ലാനുള്ള പരിപാടിയാണ്. കാരണം ഇത്ര പരസ്യം ചെയ്യാന്ന് പറഞ്ഞാൽ അതും വേറൊരാൾ വന്നിട്ട്. ആ സന്ദർഭത്തിലാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊച്ചാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവരവിടെ വന്നു കണ്ട്, അന്ന് ഇസ്ലാം സ്വീകരിച്ചില്ല, മൂപ്പര് വന്നിട്ട് ഇദ്ദേഹത്തിന് പുറത്തണ്ട് കമിഴ്ന്നു കിടന്നു. എന്നിട്ട് അദ്ദേഹത്തെ രക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താണിത്, ഖുഫാർ ഗോത്രത്തിൽപ്പെട്ട ആളാണ്, നമ്മൾ അതിൽ കൂടിയാണ് സിറിയയിലേക്ക് കച്ചവടത്തിന് പോണത്, അവിടെ വെച്ചും കണ്ട് ഇദ്ദേഹത്തെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ കച്ചവടം എല്ലാം വന്നാവും, നമ്മളെ വെറുതെ വിടൂല അവരെന്ന് പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തെ ഒഴിവാക്കിയത്. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് എന്നാ പറയുന്നത്. കാരണം ആവേശമാണത്, അള്ളാഹുവിനെ വിശ്വസിച്ചുള്ള ഒരു ആവേശം. ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കണ്ടു, വിശ്വസിച്ചു, അത്ര ഹാല് മാറി.
എത്ര വലിയ പീഡനങ്ങൾ പറഞ്ഞു. അഹദ് അഹദ് പറഞ്ഞ് കൂട്ടണമെങ്കിൽ എന്ത് ഉള്ളിലെന്തൊരു ഇത്. അഹദ് എന്ന് പറഞ്ഞ അള്ളാഹാ പറഞ്ഞത്. അഹദ് അഹദ് അവിടെ എന്തൊരു ഹുബ്ബാണ്, അള്ളഹാനോട് ഇഷ്ടാണ് അവരുടെ ഉള്ളിലുള്ളത്. അതൊക്കെ സഹിക്കല്ലേ, ഒന്ന് ആലോചിച്ച് നോക്ക്. അതുപോലെ തന്നെ മഹാനായ ഖബ്ബാബിനുൽ അറത്ത് റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹു, അവര് മക്കയിലെ ഒരു സ്ത്രീയുടെ അടിമയായിരുന്നു. മക്കയിലെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു മുത്തുനബിയെ കൊണ്ട് ആ തുടക്കകാലത്ത് സ്വീകരിച്ചപ്പോൾ അവരുടെ ഉള്ളിൽ അള്ളഹാനോടുള്ള ഒരു മഹബത്ത്, ആ പ്രേമാജ്ഞന്റെ ഉള്ളിൽ കത്തലൊടുങ്ങി. ഈ ദുഷ്ടയായ സ്ത്രീയുടെ അടിമയായിരുന്നു. ഓളെന്ത് ചെയ്യും, ഈ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരില് ഇരുമ്പിന്റെ കോല്, ഇരുമ്പിന്റെ പട്ടിന്റെ വലിയ ഇരുമ്പിന്റെ ദണ്ട്, അത് നല്ല തീയിലിട്ട് പഴുപ്പിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ തലയിലൊക്കെ ഇങ്ങനെ വെക്കുമായിരുന്നു. പഴുപ്പിച്ച് അത് തലയിൽ വെച്ച് പൊള്ളിക്കും, ഇങ്ങനെ പൊള്ളിക്കും തലയിൽ വെച്ചിട്ട്. ഒന്ന് ആലോചിച്ചു നോക്കി, എന്തൊരു പ്രയാസമായിരുന്നു. ഇരുമ്പ് പഴുപ്പിച്ചിട്ട് ഇങ്ങനെ പൊള്ളിക്കുമായിരുന്നു. അതേ ഉമർ റളിയല്ലാഹു ഭരണകാലത്ത്, ഉമർ റളിയല്ലാഹു ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ അദ്ദേഹത്തിനെ വിളിച്ചു ഉമർ റളിയല്ലാഹു. എന്നിട്ട് പറഞ്ഞു, ചെറുപ്പത്തിലുള്ള അനുഭവമൊക്കെ ഒന്ന് പറഞ്ഞു തരുമെന്ന് വെച്ചു. ചെറുപ്പകാലഘട്ടത്തിൽ ആ തുടക്കത്തിൽ ഇസ്ലാമിലേക്ക്, ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ചെറുപ്പമാണ് പറയണത്, ഇസ്ലാമിലേക്ക് പ്രവേശിച്ച സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന അനുഭവം കുറെ കേട്ടിട്ടുണ്ട് ഉമർ റളിയല്ലാഹു. ഞങ്ങൾക്കൊന്ന് വിവേചിച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പൊ മൂപ്പരെന്താ ചെയ്തെന്നറിയോ? മഹാനവറുകൾ തന്റെ അര പൊക്കി കാണിച്ചു. അരഭാഗം വസ്ത്രം പൊക്കിയിട്ട് കാണിച്ചിട്ട് പറഞ്ഞു, അര പൊക്കിയിട്ട് ഇതാ നോക്ക്, ഇത് നോക്ക് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് അവിടെ ഉള്ള അടയാളം കാണിച്ചാൽ അവർ പീഡനങ്ങൾക്ക് വിധേയമായതിനു ശേഷം ശരീരത്തിന്റെ പാട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു ആകെ പ്രയാസായി. ഉമർ റളിയല്ലാഹു വിഷമിച്ചു. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇതേപോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. മനസ്സിലാവുണ്ടാ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്ത്, അവര് ആ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചതിന് കാരണത്താല് തീക്കനൽ ഒന്നാകെ കൂട്ടിയിട്ട് അതിൽ എന്നെ ഇട്ട് വലിക്കുമായിരുന്നു. തീക്കനൽ കൂട്ടിയിട്ട് അവരതിലിട്ടിട്ട് ആ തീക്കനലിൽ കെടുത്തും. എന്നിട്ട് എല്ലാരും കൂടി വലിക്കുമായിരുന്നു. എന്റെ അരയിൽ നിന്ന് ഒലിക്കുന്ന ചലവും രക്തവും കൊണ്ട് ആ തീ അങ്ങനെ അണഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ വലിച്ചു കുറെ ആവുമ്പോൾ ആ രക്തവും ചലമൊക്കെ വരാൻ തുടങ്ങും. അങ്ങനെ തീ അണഞ്ഞു പോകും. അങ്ങനെ പുറം മുഴുവൻ നശിച്ചിക്കണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ അവിടെ അള്ളാഹുവിനുള്ള ഹുബ്ബുണ്ട് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും വിഷയമല്ല. അതാണ് വിശ്വാസികൾ നരകത്തിനെ പേടിച്ച് ഇബാദത്ത് ചെയ്യില്ല എന്ന് പറയാൻ കാരണം. നരകത്തിനെ പേടിച്ച് ഇബാദത്ത് ചെയ്യണവരാണെങ്കിൽ ഇവിടെ തന്നെ ഈ തീയിനെ പേടിച്ചാൽ പിന്നെ എല്ലാം ഒഴിവാക്കൂലേ? അങ്ങനെ അവർക്ക് അവർ തീയിനെ ആദ്യമേ പേടിച്ചിട്ടില്ല വിശ്വാസികള്. കാരണം അള്ളാഹുവിനുള്ള ഹുബ്ബ് വന്നു കഴിഞ്ഞാൽ തീയൊന്നൊരു വിഷയാവൂല അവർക്ക്. അവര് അഹദ് എന്ന് പറഞ്ഞ അവിടെ ഉറച്ചു നിൽക്കും, കലിമയിൽ ഉറച്ചു നിൽക്കും. അവർക്ക് ഈ ഹുബ്ബ് ഉള്ളിൽ കയറാണ്. മനസ്സിലാവുണ്ട? അതുകൊണ്ടല്ല അവരൊക്കെ നിന്നത്. ബഹുമാനപ്പെട്ട അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എന്താ? അമ്മാർ റളിയല്ലാഹു അൻഹു അവരുടെ ഉമ്മയും ഉപ്പയും, ഉമ്മ സുമയ്യ റളിയല്ലാഹു തആല, ഉപ്പ യാസിർ റളിയല്ലാഹു അൻഹു, അല്ലേ? എന്താണ് അമ്മാർ റളിയല്ലാഹു അൻഹു ഒക്കെ അവർ ചെയ്തിരുന്നത്? അവരുടെ കുടുംബത്തെ മൊത്തം പ്രയാസപ്പെടുത്തിയിരുന്നല്ലേ? അബൂജഹലിനൊക്കെ ഇത് അടിമകളായിരുന്നില്ലേ അവര്? മറ്റേ പറയാ, എല്ലാവരെയും ചുട്ടുപൊഴുത്ത മണലിൽ കിടത്തിയിട്ട്, വസ്ത്രമൊന്നുമില്ലാതെ കിടത്തിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടിക്കുകയായിരുന്നു, പ്രയാസപ്പെടുത്തിയായിരുന്നു, കല്ലുകളൊക്കെ കൊടുത്ത് വെക്കുമായിരുന്നു. അങ്ങനെ അവസാനം ആ പ്രയാസപ്പെടുത്തി തുടക്കകാലാണ് ഈ അമ്മാർ റളിയല്ലാഹുവിന്റെ ഉപ്പ യാസിർ റളിയല്ലാഹു തആല മഹാനവറുകൾ ഷഹീദായി. ആ ദിലനായിട്ട് അങ്ങനെ ഷഹീദായി പോയി. അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം നമ്മൾ മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ ഒരു സുഖം എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയിട്ടില്ല. ഒരു ആനന്ദം, ബാക്കി ഒരു സുഖവും ആനന്ദവും കിട്ടിയിട്ടില്ല. എന്നാൽ അവരുടെ ഉള്ളിലുള്ള ആനന്ദം വല്ലാത്ത ലഹരിയിൽ, അള്ളാഹുവിനുള്ള ഹുബ്ബ് കാണത്തിൽ ഈ വേദന ഒന്നും അവർക്ക് വിഷയം. ഉമ്മ സുമയ്യ റളിയല്ലാഹു തആല അൻഹ, അവര് സ്ത്രീകളിലെ ആദ്യത്തെ ഷഹീദ്, മൊത്തം ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദ് സ്ത്രീയാണ്. എന്താ പ്രയാസപ്പെടുത്തല്! നഗ്നയാക്കി കിടത്തും, വളരെ പ്രയാസപ്പെടുത്തും, മാനം പോവാണെന്ന് ആലോചിച്ച് നോക്കി. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി ഇവർ പറഞ്ഞു കൊടുത്ത് നിന്നുണ്ടെങ്കിൽ അവർക്ക് മാനം തിരിച്ചു കിട്ടും. അവർ അതിനൊന്നും തയ്യാറായില്ല. അവർക്ക് ഹുബ്ബ് ആളിക്കത്താണ്. എങ്ങനെയാണ് പിന്നെ അടിക്കാണ്, പ്രയാസപ്പെടുത്താണ്. കുന്തം കൊണ്ട് അവരുടെ ഗുഹ്യസ്ഥാനത്ത് രഹസ്യഭാഗത്ത് കുന്തം കൊണ്ട് എന്ത് ചെയ്തു? അബൂജാഹിൽ കുത്തി. ആ വേദനയിൽ അതിലാണ് അവര് ഷഹീദാവുന്നത്, മരണപ്പെടുന്ന. ആലോചിച്ച് നോക്കണം, ഒരു സ്ത്രീയാണ് നഗ്നയായി കിടത്തിയിട്ട് രഹസ്യഭാഗത്ത് കുന്തം കൊണ്ട് കുത്തിയിട്ടൊക്കെ മരണപ്പെടുന്നു. അപ്പൊ എത്ര സഹിച്ചിട്ടുണ്ടാവും എന്റെ സഹോദരി, അല്ലേ? നമ്മുടെ സഹോദരിയല്ലേ?
ആദ്യത്തെ ഷഹീദാണ് ഇസ്ലാമിൽ. പക്ഷെ അവർക്ക് അതൊന്നും വിഷയമല്ല. എന്തൊരു ഉറപ്പിലാണ് അവർ ഷഹീദായതൊന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു താല അവരുടെ സദഖയിലായിട്ട് അള്ളാഹു താല നമ്മളൊക്കെ സ്വർഗത്തിലാക്കട്ടെ. നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചിട്ട് എന്റെ പ്രിയമുള്ളവർ, അള്ളാഹിനോടുള്ള ഹുബ്ബ് വന്നാൽ അതാണ്. മുൻഗാമികളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. സൂറത്തുൽ ബുറൂജ് എടുത്ത് നോക്കി, ശത്രുക്കൾ ഒന്നാകെ അഗ്നികുണ്ഡം എന്താ പറയാ തയ്യാറാക്കിയിട്ട് അതിലേക്ക് എടുത്തു ചാടാൻ പറഞ്ഞപ്പോ എല്ലാവരും എടുത്തു ചാടാണ്. അങ്ങനെ ഒരു ഉമ്മ, തന്റെ ചെറിയ ഒരു പയ്യത്തിലെ കുഞ്ഞുണ്ട്, ആ ഉമ്മാക്ക് ചാടുന്നതിന് പ്രശ്നമാണ്. പക്ഷെ എന്റെ കുഞ്ഞിനെ ആലോചിച്ചാൽ നിൽക്കുമ്പോ കുഞ്ഞ് സംസാരിച്ചു, ഉമ്മ എന്തിനാണ് നിങ്ങൾ പ്രയാസപ്പെടുന്നത്, നമ്മൾ സ്വർഗത്തിലല്ലേ, ഉമ്മ ചാടിക്കൊളി എന്ന് പറഞ്ഞു. സൂറത്തുൽ ബുറൂജിൽ അവര് തീ വിഷയാക്കിയില്ല. അതാ പറയണത് തീയിനെ പേടിച്ചിട്ട് ഭാഗത്ത് ചെയ്യൂല യഥാർത്ഥ വിശ്വാസികള്. മനസ്സിലാവണ്ട, പേടിച്ചിട്ടൊന്നുമില്ല. തീയിനാകെ ചെയ്യണതെന്ന് അള്ളാഹു വെറുത്തൊരു സങ്കേതമായോണ്ട്, അള്ളാഹു താല വെറുത്തവർക്ക് നൽകുന്ന ശിക്ഷ ആയതുകൊണ്ടാണ് അതിനകത്തോട്ട് അഭയം തേടുന്നത് മൂമിനീങ്ങൾ. ആ നിലയ്ക്ക് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ മൂമിനീങ്ങളോട് തീ പുൽകിയതല്ലേ, തീ അവർക്ക് വിഷയമായിരുന്നു അഗ്നികുണ്ഡങ്ങൾ. പക്ഷെ അള്ളാഹു താലയുടെ കോപം ഇവിടെ അള്ളാഹിന്റെ തൃപ്തി ആയതുകൊണ്ട് തീ അവർക്ക് പ്രശ്നമില്ല, ചന്ദനച്ചാറാണ്, അവർക്ക് പൂങ്കാവരാണ്. അതേസമയം ഇത് നരകം എന്ന് പറയുന്നത് നാളെ മഹ്ശറയുള്ള നരകം എന്ന് പറഞ്ഞാൽ അള്ളാഹു താല വെറുപ്പിനുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അവർക്ക് അത് എന്താണ്, അതിനകത്തോട്ട് അഭയം തേടാണ്. അത് ഇവിടെയുള്ള സുഖലോലുപതയും ഈ ദുനിയാവിന് അള്ളാഹു താലാക്ക് വെറുപ്പുള്ള ഇവിടെയുള്ള ഏത് ഡാൻസ് ആയാലും ഏത് പാട്ടായാലും ഏത് സുഖലോലുപത ആയാലും ഏത് ആഡംബരങ്ങളായാലും മൂമിനികൾ വെറുക്കും. അതിനകത്തോട്ട് അള്ളാഹു അഭയം തേടും യഥാർത്ഥ വിശ്വാസികൾ. അവർക്ക് അള്ളാഹിനെ തൃപ്തി വരുന്നത്, അതിനാ സ്വർഗം തേടുന്നത്. ആ അള്ളാഹു തൃപ്തിപ്പെടുന്നത് അതുകൊണ്ട് അതിലാണ്, അവിടെയാണ് അള്ളാഹിന്റെ ലിഖാ ഉള്ളത്, അള്ളാഹിനെ കാണാനുള്ളത്. അതുകൊണ്ടാണ് സ്വർഗം തേടുന്നത് അവർ. മനസ്സിലായ? അങ്ങനെ എന്താ സുമയ്യ റളിയല്ലാഹു തആല അൻഹയെയും അവർ ഷഹീദാക്കി. അള്ളാഹിനോടുള്ള ഹുബ്ബിന്റെ ഇതൊന്നും നോക്കി നിങ്ങള്. ശേഷമാണ് എന്നിട്ട് ഈ അമ്മാർ റളിയല്ലാഹു അവരുടെ സഹോദരങ്ങള് അമ്മാർ റളിയല്ലാഹു അതിന് വിട്ടുപോയി. ഇതൊക്കെ ഉപ്പാനെ ചെയ്തിട്ടില്ല. അവര് വീണ്ടും മുത്തുനബിയുടെ കൂടെ ഉറച്ചു നിൽക്കുക ചെയ്തത്. മുത്തുനബിയുടെ കൂടെ യുദ്ധം ചെയ്യും, എല്ലാം ചെയ്യും. മുത്തുനബിയുടെ കാലശേഷം ഒരിക്കൽ ഒരു യുദ്ധം, മുത്തുനബി അന്ന് തന്നെ ഒരിക്കൽ ഏതോ ഒരു യുദ്ധത്തിൽ ഒരു സന്തോഷം കണ്ടിട്ട് അള്ളാഹിന്റെ റസൂൽ ഒരിക്കൽ ഏത് സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വരുന്നില്ല, അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാർ റളിയല്ലാഹു പറഞ്ഞു, അമ്മാറെ നീ മരിക്കുന്നതിന് മുന്നേ നിന്നെ പാല് കുടിപ്പിക്കപ്പെടുന്നു. അങ്ങനെ കഴിഞ്ഞു. അപ്പൊ മൂപ്പർക്ക് സന്തോഷമായി. മരിക്കുന്നതിന് മുന്നേ പാല് കുടിക്കും. ആ യുദ്ധങ്ങൾ അങ്ങനെ റസൂലുള്ളാഹിന്റെ കാലശേഷം അലി റളിയല്ലാഹു കാലഘട്ടത്തിലാണ് ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ആ യുദ്ധത്തിലാണ് ഇതേപോലെ മൂപ്പർക്ക് പെട്ടെന്ന് ഉള്ളിൽ വജിദ് വന്നു. മൂപ്പര് ഹാല് മാറി. മൂപ്പര് പറഞ്ഞു, മൂപ്പർക്ക് അള്ളാന്റെ റസൂലിനെയും സഹാബാക്കളെയും കാണാൻ തുടങ്ങി. വല്ലാത്ത ഇഷ്ടം, വല്ലാത്ത പ്രേമം, ഇങ്ങനെ ഇരമ്പാൻ തുടങ്ങി. അള്ളാഹുവിനോടുള്ള പ്രേമം, അള്ളാഹിന്റെ റസൂലിനോടുള്ള പ്രേമം. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഞാനിതാ എന്റെ നബിയായ ഹബീബായ അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും അവരുടെ കൂട്ടുകാരിലേക്കും അവരുടെ സഹാബാക്കളിലേക്കും ഞാനിതാ പോവാൻ പോകുന്നു എന്ന് പറയാൻ തുടങ്ങി. ഹാല് മൂത്തിട്ട് അങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞാൽ മൂപ്പർക്ക് ദാഹം വന്നു. മൂപ്പര് അടുത്തുള്ള ആളോട് പറഞ്ഞു, അല്പം വെള്ളം തീർന്നു. വെള്ളത്തിന് പറഞ്ഞ മൂപ്പർക്ക് പാലുണ്ടായിരുന്നു, ഒരു പാല് കൊടുത്തു. അപ്പൊ മൂപ്പര് പറഞ്ഞു, ഇതാ എന്റെ റസൂല് പറഞ്ഞു, എന്റെ നബി പറഞ്ഞിട്ടുണ്ട്, അമ്മാരെ നീ അവസാനമായിട്ട് നിനക്ക് പാല് കുടിപ്പിക്കപ്പെടും. നീ മരിക്കുന്നതിന് മുന്നേ, അതിന്റെ ആശയാണത്, നീ മരിക്കുന്നതിന് മുന്നേ അവസാനമായി നിനക്ക് പാലാണ് കുടിപ്പിക്കപ്പെടുന്നത്. അൽഹംദുലില്ലാഹ് പിന്നെ സമയമായിരിക്കും പറഞ്ഞു. അങ്ങനെ കുതിരപ്പുറത്ത് കയറി മൂപ്പര് പോവാണ്, യുദ്ധത്തിന് പോവാണ്. ആ യുദ്ധത്തിൽ മൂപ്പര് ഷഹീദാവുക. എന്റെ പ്രിയമുള്ളവരെ, ഇഷ്ക് എന്ന് പറയുന്നത് മോമിനിങ്ങൾക്ക് പറഞ്ഞതാണ്. പ്രേമം എന്ന് പറഞ്ഞ മോമിനിങ്ങൾക്ക് പറഞ്ഞു. അത് നമുക്ക് തരട്ടെ. ഈ മഹാന്മാർക്ക് അങ്ങനെ പോയി. ഈ പ്രണയം, ഹുബ്ബ്, ഇഷ്ക് ഇലാഹി, ഇഷ്ക് റസൂൽ, ഇതെല്ലാം നമുക്ക് ഉണ്ടാവണം. ഇവരെ പ്രേമിച്ച്, അള്ളാഹിനെ പ്രേമിച്ചു, അള്ളാഹിന്റെ റസൂലിനെ പ്രേമിച്ചവരോട് നമുക്ക് പ്രേമം വേണം. നമ്മുടെ ശൈഖുനാ തങ്ങള് എന്താണ് പറഞ്ഞു, അവരോട് നമുക്ക് പ്രേമം വേണം. ആ പ്രേമം നമ്മളെ ഈ പ്രേമത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ടല്ലേ നമ്മളെ എല്ലാ മഹാന്മാരിലേക്ക് നോക്കി, മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തി റഹ്മത്തുള്ളാഹി അവരുടെ ശൈഖായ ഉസ്മാനുൽ ഹാറൂനി റഹ്മത്തുള്ളാഹിക്ക് എങ്ങനെയാണ് അവരോട് ഹുബ്ബ് വെച്ചത്, ഖിദ്മത്ത് ചെയ്തത്. മഹാനായ ഖുതുബുദ്ദീൻ ബഖ്തിയാർക്കാക്കി അവരുടെ ശൈഖായ ഖാജ മുഈനുദ്ദീൻ ചിശ്തി റഹ്മത്തുള്ളാഹിക്ക് എങ്ങനെ ഹുബ്ബ് വെച്ചു, എങ്ങനെ ഇഷ്ക് വെച്ചു, എങ്ങനെ അവർക്ക് ഖിദ്മത്ത് ചെയ്തു. ഇത് നമ്മുടെ ശൈഖന്മാരല്ല, നമ്മുടെ ചിശ്തി ശൈഖന്മാർ, നമ്മുടെ ബൈഅത്ത് ചെയ്യുന്ന ഈ ശൈഖന്മാരുടെ ത്വരീഖത്തിലേക്കല്ലേ. ബഹുമാനപ്പെട്ട എന്താ പറയുക ബാബ ഫരീദുദ്ദീൻ ശക്കർ റഹ്മത്തുള്ളാഹി അവിടെ ഷെയ്ഖിനോട് എങ്ങനെയാണ് പെരുമാറിയത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന നിലാമുദ്ദീൻ മഹബൂബ് അലൈഹി അവിടെ ഷെയ്ഖായ ബാബ ഫരീദ് എന്നവരോട് എത്രയധികം ഇഷ്ക് വെച്ചു, എത്രയധികം അവരോട് മഹബത്തോട് കൂടിയിട്ടും അഖീദയോടുകൂടി ഖിദ്മത്ത് ചെയ്തു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദുന അമീർ ഖുസ്റൂ റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ ഷെയ്ഖായ നമ്മുടെ ഷെയ്ഖാൻ നിലാമുദ്ദീൻ മഹബൂബ് ഇലാഹി നിലാമുദ്ദീൻ ഔലിയോട് എങ്ങനെ ഇഷ്ക് വെച്ചിരുന്നു. ഇഷ്കിന്റെ ഒരു മകുടോദാഹരണമായിരുന്നു അമീർ ഖുസ്റൂ റഹ്മത്തുള്ളാഹി അലൈഹി. ഖുസ്റവി
മഹാനവറുകള് അവരോട് എങ്ങനെ ഇഷ്ടം എങ്ങനെ അക്കീദു എങ്ങനെ ഖിദ്മത്ത് ചെയ്തു. അതുപോലെ തന്നെ മഹാനാ നസീറുദ്ദീൻ ചിറാഖ് ദഹ്ലവി ഖാജ ബന്ദ നവാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ നമ്മുടെ ഷെയ്ഖ് നൂറുൽ മശായിഖ് നൂറുൽ ഷാ ജീലാനി റളിയല്ലാഹു അൻഹു, ആരിഫുദ്ദീൻ ജീലാനി റളിയല്ലാഹു അൻഹു, അതുപോലെ നമ്മുടെ ഷെയ്ഖായ സയ്യിദ് നൂറുൽ ഷാ സാനി ജീലാനി തവ്വലല്ലാഹു ഉംറു, മഹാനവറുകൾ ഷെയ്ഖുനാ തങ്ങളോട് എങ്ങനെ പെരുമാറിയിരുന്നു, നമ്മുടെ കുട്ടിപ്രായത്തിൽ എങ്ങനെ ഇഷ്ക് വെച്ചിരുന്നു പെരുമാറിയിരുന്നത് സാഹസിച്ചവർക്കറിയാം. ഇപ്പൊ നമ്മൾ അവരുടെ ഓരോ സംസാരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ ഷെയ്ഖിനെ പറയുമ്പോൾ അബ്ബാജാൻ എന്ന് പറയുമ്പോഴത്തേന് അവരുടെ ഹാല് മാറുകയാണ്, അവരുടെ ഷെയ്ഖിനെ പറയുമ്പോൾ അവരുടെ ഹാല് മാറുകയാണ്. അത് ഈ ഇഷ്ക് മറ്റേ ഇഷ്കിലേക്കുള്ള തെളിവുകളാണ്. തന്റെ ഗുരുവിനോടുള്ള ഇഷ്കും മഹബത്തും അവർക്ക് റസൂലിനോട് ഇഷ്കും മഹബത്തിനോട് തെളിവാണ്. അവർക്ക് തന്റെ ഷെയ്ഖിനോടുള്ള ഇഷ്കും മഹബത്തും ഷെയ്ഖുനാ തങ്ങൾക്ക് റസൂലുള്ളാഹിനോടും ഇഷ്കും മഹബത്തിനുള്ള തെളിവാണ്. ഷെയ്ഖുനാ തങ്ങളുടെ തന്റെ ഷെയ്ഖിനോടുള്ള അബ്ബാജാനോടുള്ള ഇഷ്കും മഹബത്തും അവർക്ക് അള്ളാഹിനോടുള്ള ഇഷ്കിന്റെ മഹബത്തിന്റെ തെളിവാണ്. അങ്ങനെയാണത്. അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞില്ലേ, യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതെ സ്നേഹിക്കൂല. ആ സ്നേഹാണത്. അള്ളാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മശായിഖുമാരുടെ ദർജാത്തുകൾ അള്ളാഹു നാൾക്ക് നാൾ ഉയർത്തട്ടെ. അവരുടെ ഫയലാണ് കൊണ്ടും ഉവൈസിയായ ഫയൽ കൊണ്ടും അവരുടെ അനുസരിച്ചുകൊണ്ടും അവരുടെ ഖിദ്മത്ത് ചെയ്തുകൊണ്ടും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കൽ കൊണ്ടും അള്ളാഹു നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബിജായ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.